ഇംഗ്ലീഷിൽ എക്ലീസിയോളജി എന്നുള്ള പദം 2 ഗ്രീക്ക് പദങ്ങൾ ചേർന്നുണ്ടായതാണ്. എക്ലേസിയ, ലോഗോസ്. സാധാരണഗതിയിൽ എക്ലീസിയ എന്ന് പലരും പറയാറുണ്ട്. എക്ലീസിയ എന്ന് പറയുന്നതിനേക്കാൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള പ്രൊനൗൺസിയേഷൻ എക്ലേസിയ എന്നുള്ളതാണ്. എക്ലേസിയ, ലോഗോസ്, ഈ 2 ഗ്രീക്ക് പദങ്ങൾ ചേർന്ന് അതിൽ നിന്നുണ്ടായ ഒരു ഇംഗ്ലീഷ് പദമാണ് എക്ലീസിയോളജി. എക്ലേസിയ എന്ന് പറഞ്ഞാൽ സഭ, ലോഗോസ് എന്ന് പറഞ്ഞാൽ വചനം. അപ്പോൾ സഭയെക്കുറിച്ചുള്ള വചനം, സഭയെക്കുറിച്ചുള്ള ഉപദേശം, ഇതൊക്കെയാണ് സഭാശാസ്ത്രം എന്നുള്ള ആ എക്ലീസിയോളജി എന്നുള്ള പദത്തിൻ്റെ അർത്ഥം. സഭാശാസ്ത്രത്തിനൊരു നിർവചനം നമുക്കിങ്ങനെ നൽകാനായിട്ട് കഴിയും. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ കൂട്ടമായ ദൈവസഭയുടെ പ്രത്യേകതകളെക്കുറിച്ചും പ്രവർത്തന രീതികളെക്കുറിച്ചും പ്രതിപാദിക്കുന്ന ക്രമീകൃത ദൈവശാസ്ത്ര വിഭാഗത്തിന് സഭാശാസ്ത്രമെന്ന് പറയുന്നു. സഭാശാസ്ത്രം, എക്ലീസിയോളജി, സിസ്റ്റമാറ്റിക് തിയോളജിയുടെ ഭാഗമാണ്. സിസ്റ്റമാറ്റിക് തിയോളജി നമുക്ക് മലയാളത്തിൽ ക്രമീകൃത ദൈവശാസ്ത്രം, വ്യവസ്ഥിത ദൈവശാസ്ത്രം, ഈ 2 പദങ്ങൾ നമുക്ക് അതിന് മലയാളത്തിൽ പറയാനായിട്ട് കഴിയും. സിസ്റ്റമാറ്റിക് തിയോളജിക്ക് ക്രമീകൃത ദൈവശാസ്ത്രം അല്ലെങ്കിൽ വ്യവസ്ഥിത ദൈവശാസ്ത്രം. ആ വ്യവസ്ഥിത ദൈവശാസ്ത്രത്തിൻ്റെ അല്ലെങ്കിൽ ക്രമീകൃത ദൈവശാസ്ത്രത്തിൻ്റെ അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് തിയോളജിയുടെ 10 ശാഖകളിൽ ഒരു ശാഖയാണ് എക്ലീസിയോളജി, സഭാ തത്വ ശാസ്ത്രം. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. അത് സഭ, എക്ലേസിയ, ലോഗോസ്, വചനം എന്ന ഈ 2 പദങ്ങളിൽ നിന്ന് രൂപപ്പെട്ടു വന്ന ഒരു ഇംഗ്ലീഷ് പദമാണ് എക്ലീസിയോളജി. അതിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത് ദൈവ സഭയെക്കുറിച്ചാണ്. അന്നേരം ദൈവസഭ എന്നുള്ളതിന് നമുക്ക് ബൈബിളിൽ പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന സഭ എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം ഞാൻ പറഞ്ഞു, എക്ലേസിയ എന്നുള്ള പദമാണ്. അത് 2 പദങ്ങൾ രൂപപ്പെട്ടു വന്ന ഒരു പദമാണ്. എക് എന്നുള്ള ഒരു പ്രിപ്പോസിഷനും കാലേയോ എന്ന് പറഞ്ഞാൽ ഐ ആം കോളിങ്, ഞാൻ വിളിക്കുന്നു. എക് അധികം കാലേയോ, ഈ 2 പദങ്ങൾ ചേർന്ന് രൂപപ്പെട്ടു വന്ന ഒരു ഗ്രീക്ക് പദമാണ് എക്ലേസിയ. അതിൻ്റെ അർത്ഥം എന്നുള്ളത് വിളിച്ച് വേർതിരിക്കപ്പെട്ട, ദൈവം വിളിച്ച് വേർതിരിച്ച കൂട്ടം എന്നുള്ളതാണ്. എക് എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് പ്രിപ്പോസിഷൻ. മലയാളം പറഞ്ഞാൽ ഇപ്പം നമ്മൾ ലോകത്തിൽ നിന്ന് വേർതിരിക്കുക എന്ന് പറയുന്നതിന് വി വെയർ കോൾഡ് ഔട്ട് ഓഫ് ദ വേൾഡ്. അന്നേരം എവിടെ നിന്നെങ്കിലും നമ്മളെ വിളിച്ച് വേർതിരിക്കുന്നതിന് നമ്മൾ പറയുന്ന ഒരു പദമാണ് ഔട്ട് ഓഫ്. അന്നേരം ദൈവം വിളിച്ച് വേർതിരിച്ച അല്ലെങ്കിൽ ദൈവത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം, അതാണ് ദൈവത്തിൻ്റെ സഭ. അന്നേരം ആ എക്ലേസിയ എന്നുള്ളതിന് നമ്മൾ പഴയ നിയമം പരിശോധിച്ചാൽ പഴയ നിയമത്തിൽ കഹാൽ എന്ന് പറയുന്ന ഒരു പദം നമുക്ക് കാണാനായിട്ട് കഴിയും. കഹാൽ, QAHAL, കഹാൽ. ആ കഹാൽ എന്നുള്ള ആ പദത്തിന് സെപ്റ്റുവജിന്റ് തർജ്ജിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത് എക്ലേസിയ എന്നുള്ള പദമാണ്. സെപ്റ്റുവജിന്റ് കേട്ടിട്ടുണ്ടല്ലേ? സെപ്റ്റുവജിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ബൈബിളിൻ്റെ പരിഭാഷയാണ്. പഴയ നിയമ എബ്രായ ബൈബിൾ അത് ഗ്രീക്കിലേക്ക് തർജ്ജിമ ചെയ്യപ്പെട്ട ആ വേർഷനാണ്
70 ദിവസം കൊണ്ട് തർജ്ജമ ചെയ്യപ്പെട്ട പുസ്തകം എന്നുള്ള നിലയിലാണ് അതിന് LXX എന്നാണ് അതിന് ചുരുക്കപ്പേര് പറയുന്നത്. നമ്മൾ ബിബ്ലിക്കൽ ലിറ്ററേച്ചറൊക്കെ വായിച്ചാൽ LXXൽ ഇങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ L എന്ന് പറയുന്നത് 50, പിന്നെ അത് കഴിഞ്ഞ് X 10, അത് കഴിഞ്ഞ് X 10, അതായത് 70. അതിൻ്റെ മറ്റൊരു വെർഷനാണ് സെപ്റ്റുവജിൻ. ഒരു 70 ശാസ്ത്രിമാരാൽ 70 ദിവസം കൊണ്ട് പൂർത്തീകരിക്കപ്പെട്ട പുസ്തകം. പിന്നെ ചില രേഖകൾ നമ്മൾ പരിശോധിച്ചാൽ 72 നമുക്ക് കാണാനായിട്ട് കഴിയും. പക്ഷേ LXX എന്നുള്ളതിൻ്റെ അർത്ഥം 70 എന്നാണ്. അന്നേരം ആ സെപ്റ്റുവജിൻ വേർഷനിൽ കഹാൽ എന്ന് ഉപയോഗിച്ചിരിക്കുന്ന ഭാഗങ്ങളിലൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന പദം എക്ലേസിയ എന്നുള്ള ഗ്രീക്ക് പദമാണ്. അത് പഴയ നിയമത്തിൽ നാം പരിശോധിക്കുമ്പോൾ ഇസ്രായേൽ മക്കളുടെ കൂട്ടത്തെ സൂചിപ്പിക്കുന്നതിന് ദ കോൺഗ്രിഗേഷൻ ഓഫ് ഇസ്രായേൽ മക്കളുടെ കൂട്ടത്തെ സൂചിപ്പിക്കുന്നതിനായിട്ട് പഴയ നിയമത്തിൽ ആ പദം ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ കഹാൽ പുതിയ നിയമത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന എക്ലേസിയ എന്നുള്ള ആ ഗ്രീക്ക് പദം അത് പ്രധാനമായും സൂചിപ്പിക്കുന്നത് ദൈവസഭയാണ്. എന്നാൽ ദൈവസഭയെ കൂടാതെ അത് ഇസ്രായേൽ മക്കളുടെ കൂട്ടത്തെ സൂചിപ്പിക്കുന്നതിന് പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. സാധാരണ ജനങ്ങളുടെ കൂട്ടത്തെ സൂചിപ്പിക്കുന്നതിനും ബൈബിളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ പ്രധാനമായും എക്ലേസിയ എന്നുള്ള പദം പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ കൂട്ടത്തെ സൂചിപ്പിക്കുന്നതിനാണ്. അന്നേരം മലയാളത്തിൽ ഈ പദം തർജ്ജമ ചെയ്തിരിക്കുന്നത് സഭ എന്ന് പറഞ്ഞാൽ അത് ഒരു പറ്റം ആൾക്കാരുടെ കൂട്ടം എന്നുള്ള നിലയിൽ അതിൻ്റെ ആശയം അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഇംഗ്ലീഷ് ഭാഷയിൽ ഈ എക്ലേസിയ എന്നുള്ളതിന് ഒരുവിധപ്പെട്ട ഇംഗ്ലീഷ് വേർഷനിലൊക്കെ അത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന ചർച്ച് എന്നുള്ള നിലയിലാണ്. നമ്മൾ ചർച്ച് എന്നുള്ള പദം പരിശോധിച്ച് കഴിഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ ഈ എക്ലേസിയ എന്നുള്ള ഗ്രീക്ക് പദത്തിൻ്റെ ഒരു പരിഭാഷ ആയിട്ട് വരുന്നില്ല. അന്നേരം എക്ലേസിയ എന്നുള്ള പദത്തിന് മലയാളത്തിൽ നമ്മുടെ ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന സഭ എന്നുള്ള ട്രാൻസ്ലേഷൻ അത് ശരിയായ ഒരു ട്രാൻസ്ലേഷനാണ്. എന്നാൽ ഇംഗ്ലീഷ് ബൈബിളിൽ ചർച്ച് എന്നുള്ള ഒരു ട്രാൻസ്ലേഷൻ അത് ശരിയായ നിലയിലുള്ള ഒരു ട്രാൻസ്ലേഷൻ അല്ല. അതിൻ്റെ ശരിയായ ട്രാൻസ്ലേഷൻ അസംബ്ലി എന്നുള്ളതാണ് അതിൻ്റെ ശരിയായ ട്രാൻസ്ലേഷൻ. ചർച്ച് എന്ന് പറയുന്ന ഇംഗ്ലീഷ് പദം രൂപപ്പെട്ടു വന്നത് കുരിയാക്കോൺ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. കുരിയാക്കോൺ നമുക്കറിയാം. കുറിയോസ് എന്നുള്ള പദം കേട്ടിട്ടുണ്ടല്ലോ. കുറിയോസ് എന്ന് പറഞ്ഞാൽ ലോഡ്. സമുദായ സഭകളിലൊക്കെ കുറിയലായിസോ എന്ന് പറയുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പദമാണ്. ഇത് കുറിയോസ് ലോഡ്. കുരിയാക്കോൺ എന്നുള്ള ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം ബിലോങ്ങിങ് ടു ദ ലോഡ് എന്നാണ്, കർത്താവിൻ്റേത്. ആ കുറിയാക്കോസ് എന്നുള്ള ഗ്രീക്ക് പദത്തിൽ നിന്ന് രൂപപ്പെട്ടു വന്ന ഒരു ഇംഗ്ലീഷ് പദമാണ് ചർച്ച് എന്നുള്ള പദം. ആ കുരിയാക്കോണിൻ്റെ ആശയം ബിലോങ്ങിങ് ടു ദ ലോഡ് എന്നാണ്, കർത്താവിൻ്റേത്. അത് പുതിയ നിയമത്തിൽ 2 സ്ഥലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ അത്താഴത്തെ സൂചിപ്പിക്കുന്നതിന് ലോർഡ് സപ്പറിനെ സൂചിപ്പിക്കുന്നതിനും വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ ദിവസത്തെ സൂചിപ്പിക്കുന്ന ലോർഡ്സ് ഡേ, ദ സപ്പർ ബിലോങ്ങിങ് ടു ദ ലോർഡ്, കർത്താവിൻ്റെ അത്താഴം. വെളിപ്പാട് പുസ്തകത്തിൽ ദ ഡേ ബിലോങ്ങിങ് ടു ദ ലോർഡ്, ലോർഡ്സ് ഡേ, കർത്താവിൻ്റെ ദിവസം. അതായത് ഈ 2 ഭാഗങ്ങളിൽ മാത്രമേ ആ കുരിയാക്കോൺ എന്നുള്ള ഗ്രീക്ക് പദം പുതിയ നിയമത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുള്ളൂ. എന്നിട്ട് അതിൻ്റെ ശരിയായ തർജ്ജമ എന്ന് പറയുന്നത് ഇംഗ്ലീഷിലെ ട്രാൻസ്ലേഷൻ വരേണ്ടത് ഒന്നുകിൽ കോൺഗ്രിഗേഷൻ, അല്ലെങ്കിൽ ഗ്യാതറിങ്, അല്ലെങ്കിൽ അസംബ്ലി. അതിൽ പൊതുവെ ക്രൈസ്തവ ഗോളത്തിൽ വചനം മനസ്സിലാക്കി അതിനോട് ഗ്രീക്കിനോട് ചേർന്ന് പോകാൻ ആഗ്രഹിക്കുന്നവർ അസംബ്ലി അല്ലെങ്കിൽ കോൺഗ്രിഗേഷൻ എന്നുള്ള പദം സാധാരണയായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഈ
ചർച്ച് എന്നുള്ള പദം നമ്മുടെ ഇംഗ്ലീഷ് പരിഭാഷയിൽ വരാനുള്ള കാരണം നമ്മൾ ശ്രദ്ധിക്കണം, അതൊരു മാനുഷിക കൈകടത്തലാണ്. നമുക്കറിയാം, ഒരു 5 നൂറ്റാണ്ട് മുതലുള്ള കാലങ്ങൾ നാം പരിശോധിക്കുമ്പോൾ സഭാചരിത്രത്തിൽ അതറിയപ്പെടുന്നത് ഇരുണ്ട കാലഘട്ടമെന്നാണ്, മിഡീവൽ പീരീഡ്. 5-ാം നൂറ്റാണ്ട് മുതൽ ഒരു 15-ാം നൂറ്റാണ്ട് വരെയുള്ള കാലയളവിലാണ് ഒരുവിധപ്പെട്ട ദുരുപദേശങ്ങളൊക്കെ കത്തോലിക്ക സഭയിൽ അവർ കൂട്ടിച്ചേർത്തു. ആ കാലയളവിൽ അവരുടെ ബിഷപ്പുമാർക്ക് വരെ ബൈബിൾ വായിക്കാൻ അനുവാദം ഇല്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു. അന്നേരം സാധാരണ ജനത്തിൻ്റെ കാര്യം പറയേണ്ട, സാധാരണ പുരോഹിതന്മാരുടെ കാര്യം പറയേണ്ട, ബിഷപ്പുമാർക്ക് വരെ ബൈബിൾ വായിക്കാൻ അനുവാദമില്ലാതിരുന്ന ഒരു കാലം. അന്നേരം ആ കാലയളവിലാണ് മാർട്ടിൻ ലൂതർ ബൈബിൾ പഠിക്കാനായിട്ട് ആഗ്രഹിച്ച്, ബൈബിൾ ജർമ്മൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യാനായിട്ട് ആഗ്രഹിച്ച് വചനം പഠിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി കത്തോലിക്ക സഭ പഠിപ്പിക്കുന്ന പല ഉപദേശങ്ങളും വചനവിരുദ്ധമാണ്. അതിൽ പ്രത്യേകം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിലേക്ക് വന്നത് വിശ്വാസത്താലുള്ള നീതീകരണം എന്നുള്ള വിഷയമാണ്. റോമാലേഖനം, ഗലാത്യലേഖനം, ഈ ലേഖനങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്ന വിശ്വാസത്താലുള്ള നീതീകരണം എന്നുള്ള വിഷയം കത്തോലിക്ക സഭ പഠിപ്പിക്കുന്ന പ്രവർത്തിയാനുള്ള നീതീകരണം എന്നുള്ള ഉപദേശത്തിന് വിരുദ്ധമാണ്, അല്ലെങ്കിൽ ബൈബിളിന് വിരുദ്ധമായ ഉപദേശമാണ് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത് മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ അവിടെ പ്രസിദ്ധമാക്കുകയും അത് മനസ്സിലാക്കിയ ദൈവജനം, അന്നത്തെ കാലഘട്ടത്തിലെ ജനം കത്തോലിക്ക സഭയിൽ നിന്ന് പ്രൊട്ടസ്റ്റ് ചെയ്ത് കത്തോലിക്ക സഭയ്ക്ക് വെളിയിലേക്ക് ഇറങ്ങി വന്ന് പ്രൊട്ടസ്റ്റൻ്റ് മൂവ്മെൻറ്റ്, നവീകരണം, റിഫർമേഷൻ ആരംഭിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. അത് സഭാചരിത്രം നിങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അന്നേരം അങ്ങനെ കത്തോലിക്ക സഭയിൽ നിന്ന് വലിയ ഒരു കൂട്ടം ആൾക്കാർ ജർമ്മനിയിലും മറ്റ് പല സ്ഥലങ്ങളിലും സഭയ്ക്ക് പുറത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അത് നിർത്താനായിട്ട് കത്തോലിക്ക സഭ ആരംഭിച്ചതാണ് കൗണ്ടർ റിഫർമേഷൻ. മാർട്ടിൻ ലൂതറിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച നവീകരണം, അതിനൊരു തടയിടാനായിട്ട് കത്തോലിക്ക സഭ ആരംഭിച്ച ഒന്നാണ് കൗണ്ടർ റിഫർമേഷൻ. സഭാചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-ാം നൂറ്റാണ്ട് മുതൽ സഭ എങ്ങനെ വളർന്നു വന്നു എന്നുള്ളതിൻ്റെ ചരിത്രമാണ്. അതിൻ്റെ ആരംഭ ചരിത്രം അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകത്തിൽ ലൂക്കോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നമുക്ക് പൗലോസിൻ്റെ റോമ നഗരത്തിൽ പൗലോസ് എത്തിയത് വരെയുള്ള ചരിത്രമേ ലൂക്കോസ് നൽകിയിട്ടുള്ളൂ. അതിനുശേഷമുള്ള ചരിത്രം നമുക്ക് സഭാചരിത്രം എന്നുള്ള വിഷയം നമ്മൾ പഠിപ്പിക്കുമ്പോൾ ആ വിഷയങ്ങൾ പഠിപ്പിക്കാറുണ്ട്. സഭാചരിത്രം തന്നെ ഏർലി ചർച്ച് ഹിസ്റ്ററി, അതുകഴിഞ്ഞ് മിഡീവൽ ചർച്ച് ഹിസ്റ്ററി, റിഫർമേഷൻ, മോഡേൺ ചർച്ച് ഹിസ്റ്ററി, പിന്നെ ഇന്ത്യൻ ചർച്ച് ഹിസ്റ്ററി, ഇങ്ങനെ 5 വിഷയങ്ങളായിട്ട് സാധാരണ ബൈബിൾ സ്കൂളുകളിൽ പഠിപ്പിക്കാറുണ്ട്. ആദിമ സഭാചരിത്രം, പിന്നെ ഇരുണ്ട കാലഘട്ടത്തിലെ സഭാചരിത്രം, പിന്നെ നവീകരണം, റിഫർമേഷൻ പീരീഡിൻ്റെ സഭാചരിത്രം, ആധുനിക സഭാചരിത്രം, ഇന്ത്യൻ സഭാചരിത്രം, ഇങ്ങനെ 5 വിഷയങ്ങളായിട്ട് തിരിച്ച് നമ്മൾ സഭാചരിത്രം പഠിപ്പിക്കാറുണ്ട്. സഭാശാസ്ത്രം എന്ന് പറയുന്നത് ബൈബിളിൽ നിന്ന് നമുക്ക് സഭയെക്കുറിച്ച് എന്ത് ബൈബിൾ പഠിപ്പിക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്ന ആ വിഷയമാണ്. അത് സുവിശേഷങ്ങൾ, അപ്പോസ്തല പ്രവൃത്തി, ലേഖനങ്ങൾ, ഈ പുസ്തകങ്ങളിൽ നിന്ന് സഭയെക്കുറിച്ച് നാം മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് സഭാ തത്വശാസ്ത്രത്തിൽ നാം പഠിപ്പിക്കുന്നത്. എന്നാലും ഞാൻ പറഞ്ഞു വന്നത്, കത്തോലിക്ക സഭ കൗണ്ടർ റിഫർമേഷൻ ആരംഭിച്ചു. കൗണ്ടർ റിഫർമേഷൻ ആരംഭിച്ചപ്പോൾ ജനം കത്തോലിക്ക സഭ വിട്ടു പോകുന്നത് എങ്ങനെയും തടുക്കണം. അന്ന് കത്തോലിക്ക സഭ പഠിപ്പിച്ചുകൊണ്ടിരുന്ന പല ദുരുപദേശങ്ങൾക്കും ആധികാരികമായി ചൂണ്ടിക്കാണിക്കാൻ തെളിവുകൾ അവർക്കില്ലായിരുന്നു. ആ റിഫർമേഷൻ പീരീഡ് വരെ അപ്പോക്രിഫ പുസ്തകങ്ങളെ കത്തോലിക്ക സഭ പോലും ദൈവവചനമായി അംഗീകരിച്ചിരുന്നില്ല. പെട്ടെന്ന് അവർ ട്രെൻഡ് എന്ന് പറയുന്ന സ്ഥലത്ത് അവരുടെ ഒരു സുന്നഹദോസ് വിളിച്ചു കൂട്ടുകയും ആ കൗൺസിൽ ഓഫ് ട്രെൻഡിൽ വെച്ച് അപ്പോക്രിഫ പുസ്തകങ്ങളെ അവർ ദൈവവചനമായി അംഗീകരിക്കുകയും ചെയ്തു. അത് കൗണ്ടർ റിഫർമേഷൻ്റെ ഭാഗമാണ്. കാരണം അപ്പോക്രിഫ ദൈവവചനത്തിൻ്റെ ഭാഗമായി ബൈബിളിനോട് ചേർത്തപ്പോൾ അവർ പഠിപ്പിക്കുന്ന ഉപദേശങ്ങൾക്കൊക്കെ തെളിവ് അപ്പോക്രിഫ പുസ്തകങ്ങളുണ്ട്. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാര്യവും മറ്റ് പല കാര്യങ്ങളും, അവരുടെ പ്രവൃത്തിയാലുള്ള നീതീകരണം, അങ്ങനെ അവർ പഠിപ്പിക്കുന്ന ഉപദേശങ്ങൾക്കൊക്കെ ആധാരം ഈ അപ്പോക്രിഫ പുസ്തകങ്ങളിൽ ഉള്ളതുകൊണ്ടാണ് അവർ പെട്ടെന്ന് അതിൻ്റെ ഭാഗമായിട്ട് ചേർത്തു. രണ്ടാമത്,
കത്തോലിക്ക സഭ അന്ന് കൗണ്ടർ റിഫർമേഷൻ്റെ ഭാഗമായിട്ട് പറഞ്ഞത്, കത്തോലിക്ക സഭയിൽ നിന്ന് പോയവർ ചർച്ചിൻ്റെ ഭാഗമല്ല. റോമൻ കത്തോലിക്ക ചർച്ചിൽ നിന്ന് പോയവർ എന്ന് പറഞ്ഞ് ലൂതറൻ ചർച്ച്, അങ്ങനെ പല സ്ഥലങ്ങളിൽ പല ചർച്ചകൾ തുടങ്ങിയല്ലോ. അന്നേരം ആ പോയവർ എന്തല്ല, ചർച്ചല്ല എന്ന ഒരു പഠിപ്പിക്കലുകൾ അവർ ഈ പോയവർക്ക് നേരെ അഴിച്ചുവിടാനായിട്ട് ഇടയായിട്ട്. അന്നേരം ആ കാലയളവിലാണ് 1611 കിങ് ജെയിംസ് രാജാവ് ബൈബിൾ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യാനായിട്ട് ഒരു ഉത്തരവ് കൊടുത്തു. അതിനാവശ്യമുള്ള ക്രമീകരണമൊക്കെ നൽകി, അതിനുള്ള ആൾക്കാരെ ചുമതലപ്പെടുത്തി, അതിനാവശ്യമുള്ള ഫണ്ട് നൽകി ബൈബിൾ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യാനുള്ള ക്രമീകരണം ചെയ്തപ്പോൾ അദ്ദേഹം വ്യക്തമായി കൊടുത്ത ഒരു ഓർഡറാണ്, എവിടെയൊക്കെ എക്ലേസിയ എന്നുള്ള ഗ്രീക്ക് പദം ദൈവസഭയെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നുവോ അവിടെയൊക്കെ മസ്റ്റായിട്ട് നിങ്ങൾ ചർച്ചെന്ന് തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് കിങ് ജെയിംസ് വേർഷനിൽ എക്ലേസിയ എന്നുള്ള ഗ്രീക്ക് പദം ദൈവസഭയെ സൂചിപ്പിക്കുവാൻ വന്ന ഭാഗങ്ങളിലെല്ലാം തന്നെ ചർച്ച് എന്നുള്ള പദം അവരുപയോഗിക്കാനായിട്ട് ഇടയായി. അതിൻ്റെ കാരണം കത്തോലിക്ക സഭ പറഞ്ഞു പോയവർ ചർച്ചിൻ്റെ ഭാഗമല്ല, അതായത് ഞങ്ങളും ചർച്ചാണ് എന്ന് തെളിയിക്കുന്നതിനുള്ള ആ രാജാവിൻ്റെ, പ്രൊട്ടസ്റ്റൻ്റ് രാജാവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു സമീപനമാണ് ആ നിലയിലുള്ള ഒരു കൽപ്പന കൊടുക്കുന്നതിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. എന്നാൽ അതിനുശേഷം വന്ന എത്രയോ ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷ് ഭാഷയിൽ വന്നു. ആ ട്രാൻസ്ലേഷൻ എല്ലാം തന്നെ ആ ഒരു മിസ്റ്റേക്ക് അവർ തുറന്നുകൊണ്ടിരിക്കുക. ഞാൻ ഒരുവിധപ്പെട്ട അവൈലബിൾ ആയിട്ടുള്ള ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ മൊത്തം എടുത്ത് പരിശോധിച്ചതിൽ ഒരൊറ്റ ട്രാൻസ്ലേഷനിൽ മാത്രമേ അസംബ്ലി എന്ന് ഉപയോഗിച്ചിട്ടുള്ളൂ. അത് ജോൺ നെൽസൺ ഡാർബി, JN ഡാർബിയുടെ ട്രാൻസ്ലേഷനിൽ മാത്രമേ അസംബ്ലി എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളൂ. മാനുഷികമായ കൈകടത്തലുകൾ ഇംഗ്ലീഷ് ബൈബിളിൽ വന്നു എന്നുള്ളതിൻ്റെ മറ്റൊരു തെളിവ് ഞാൻ പറയാം. നമ്മൾ സാധാരണ ഈ പേര് എടുക്കുമ്പോൾ, ഉദാഹരണത്തിന് ഇപ്പോൾ ദാവീദ്, മലയാളത്തിൽ ദാവീദ് എന്ന് പറയും, അത് പഴയ നിയമത്തിൽ ദാവൂദ് എന്നാണ് എബ്രായ പദം. ദാവൂദ്, അത് ഇംഗ്ലീഷ് ഡേവിഡ്, മലയാളത്തിൽ ദാവീദ്. എന്നിട്ട് എപ്പോഴും ആ മൂലഭാഷയോട് ചേരുന്ന പദങ്ങളാണ് മറ്റ് ഭാഷകളിൽ വരുന്നത്. ഇപ്പം യേസൂസ്, യേസൂസ് എന്നുള്ളത് അതാണ് മലയാളത്തിൽ യേശു. ആ യാ വരുന്നതൊക്കെ ജയ കൊടുത്ത് ഇപ്പം ഇംഗ്ലീഷിൽ ജീസസ്, യോവാനേസ്, യോഹന്നാൻ, ജോൺ. നമ്മൾ ഏത് പേരെടുത്തു കഴിഞ്ഞാലും നമ്മൾ ആ എബ്രായ ഭാഷയിൽ അല്ലെങ്കിൽ ഗ്രീക്ക് ഭാഷയിൽ ആ പേര് കേട്ടാൽ നമുക്ക് മലയാള ഭാഷയിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷയിൽ അറിയാം അതിൻ്റെ പേരാണ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വന്നിട്ടുള്ള ഒറ്റ പദമേ ഉള്ളൂ, അത് ജെയിംസ് എന്നുള്ള പദമാണ്. നമുക്ക് മലയാളത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇസഹാക്കിൻ്റെ മകൻ യാക്കോബ്, അത് എബ്രായ പദത്തിൽ യാക്കൂബ് എന്നാണ്. അത് ജേക്കബ് എന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. അത് കറക്റ്റാണ്, ജേക്കബ്, യാക്കൂബ്, യാക്കോബ്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പുതിയ നിയമത്തിലെ യാക്കോബ് യേശുവിൻ്റെ സഹോദരനായ യാക്കോബ്, യോഹന്നാൻ്റെ സഹോദരനായ യാക്കോബ്. അങ്ങനെ പുതിയ നിയമത്തിലെ യാക്കോബിനെ കുറിച്ച് വരുമ്പോൾ ഗ്രീക്ക് ഭാഷയിൽ യാക്കോബോസ് എന്നാണ്, നമ്മുടെ മലയാളം ബൈബിളിൽ യാക്കോബ് എന്നാണ്. പക്ഷേ അതിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന പേരെന്താണെന്നറിയാമോ? ജെയിംസ്. അത് കറക്റ്റ് ജാക്കബ് എന്ന് തന്നെ വരേണ്ടതാണ്. പക്ഷേ അത് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ട്രാൻസ്ലേഷൻ നടത്താൻ ഫണ്ട് തന്ന രാജാവിൻ്റെ പേര് കിങ് ജെയിംസ് വേർഷൻ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ, ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പണം നൽകി, കൽപ്പന നൽകി ഫണ്ട് തന്ന രാജാവിൻ്റെ പേര് ബൈബിളിൽ ഉൾപ്പെടുത്താൻ ആ യാക്കോബ് അവരെന്താക്കി? അവർ ജെയിംസ് എന്നാക്കി. അത് അന്ന് ചെയ്ത കാര്യം ഈ ചർച്ച എന്നുള്ള പദം കണ്ടിന്യൂ ചെയ്യുന്നത് പോലെ ഇന്ന് അനേക ട്രാൻസ്ലേഷൻ വന്നെങ്കിലും അതങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇംഗ്ലീഷ് ബൈബിളിൻ്റെ ട്രാൻസ്ലേഷനിൽ മാനുഷിക കൈകടത്തലുകൾ വന്നതിൻ്റെ പരിണിത ഫലമാണ് എക്ലേസിയ എന്നുള്ള പദത്തിന് ശരിയായ ഒരു പദം നൽകാതെ ചർച്ച എന്നുള്ള പദം നൽകുവാനായിട്ട് ഇടയായിട്ട്. ബ്രദറൻ സഭാ കൂടിവരവ് ആരംഭിച്ച ആരംഭ നാളുകളിൽ പിതാക്കന്മാർ അത് അസംബ്ലി എന്ന് തന്നെ ആ സഭാഹോളിനൊക്കെ പേര് കൊടുത്തു. എന്നാൽ അങ്കമാലിയിൽ ഏതാണ്ട് ഒരു പ്രശ്നമുണ്ടായി. അതിൻ്റെ പേരിൽ എല്ലാവരും കൂടെ കൂടി പല സഭകളുടെയും പേര് മാറ്റിയപ്പം
ക്രിസ്ത്യൻ ബ്രദറൻ ചർച്ച് എന്നാക്കിയിരിക്കുക. പെന്തക്കോസ്തുകാരുടെ മധ്യത്തിൽ തന്നെ അസംബ്ലീസ് ഓഫ് ഗോഡുകാർ അവരത് മനസ്സിലാക്കിയിട്ടാണ് പണ്ടേ അവർ അസംബ്ലീസ് ഓഫ് ഗോഡ് എന്നവർ പേര് കൊടുത്തു. പക്ഷേ ഇപ്പം അസംബ്ലീസ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ അവർ അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ച് എന്ന് കൊടുക്കുന്നുണ്ട്. അത് ചർച്ച് എന്നുള്ള പദം അന്നേരം രണ്ടു വട്ടം വരത്തക്കവണ്ണം അവരിട്ടിരിക്കുന്നത്. അതിലത് തുടങ്ങിയവരുടെ കാഴ്ചപ്പാട് അങ്ങനെ ആയിരുന്നതുകൊണ്ടാണ് അവർ ആ അസംബ്ലി എന്നുള്ള പദം ചേർക്കാനായിട്ട് ഇടയായിട്ട്. ഞാൻ പറഞ്ഞത് ശരിയായ ഇംഗ്ലീഷ് ഭാഷയിൽ ശരിയായ ആ ഒരു ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് അസംബ്ലി അല്ലെങ്കിൽ കോൺഗ്രിഗേഷൻ അല്ലെങ്കിൽ ഗ്യാതറിംഗ്. മലയാളത്തിൽ സഭ എന്നുള്ളത് ആ ആശയം കറക്റ്റായിട്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലയിൽ ഓർപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ബൈബിൾ പരിശോധിക്കുമ്പോൾ ബൈബിളിൽ ആദ്യമായിട്ട് സഭ എന്ന് പരാമർശിച്ചിരിക്കുന്ന ദൈവസഭയോടുള്ള ബന്ധത്തിൽ സഭ എന്ന് പരാമർശിച്ചിരിക്കുന്ന പദം മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യമാണ്. ഒന്ന് വായിച്ചാണ്. മത്തായി 16:18. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ അന്നേരം ബൈബിളിൽ ദൈവസഭയെക്കുറിച്ചുള്ള യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ കൂട്ടമായ ദൈവസഭയെക്കുറിച്ചുള്ള ആദ്യത്തെ പരാമർശം മത്തായി 16:18. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. രണ്ടാമത്തെ പരാമർശം അതും നമുക്ക് 18-ാം അധ്യായത്തിൽ തന്നെ കാണാനായിട്ട് സാധിക്കും. മത്തായി 18-ാം അധ്യായം അതിൻ്റെ 17. അവരെ സഭയോട് അറിയിക്കാം, സഭയെയും അവൻ നിനക്ക് അന്നേരം അവിടെ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ആ പ്രശ്നത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഈ ദൈവമക്കൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞ ആ കോണ്ടെക്സ്റ്റിൽ പറയുകയാണ്. ഒരു പ്രശ്നമുണ്ടായ ഒരു സഹോദരൻ നിന്നോട് പിഴച്ചാൽ നീയും അവനും മാത്രമുള്ളപ്പോൾ ആ കാര്യം ചർച്ച ചെയ്ത് പരിഹരിക്കണം. അവനത് കേട്ടില്ലെങ്കിൽ 2-3 പേരെ കൂട്ടിക്കൊണ്ട് എന്ന് സംസാരിക്കണം. അന്നേരവും അവൻ്റെ കുറ്റം സമ്മതിച്ചില്ലെങ്കിൽ ദൈവസഭയെ അറിയിക്കണം. എന്നിട്ട് പറയുകയാണ്, സഭയെയും കൂട്ടാക്കഴിഞ്ഞാൽ അവൻ നിനക്ക് പുറജാതിക്കാരനും ചുങ്കക്കാരനും എന്ന പോലെ ഇരിക്കട്ടെ. എന്നിട്ട് അവിടെ നമ്മൾ വായിച്ച ഭാഗത്ത് അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ 16-17 വാക്യങ്ങളിൽ 2 പ്രാവശ്യം സഭ എന്നുള്ള പേര് പരാമർശം വരുന്നു. ആദ്യത്തെ പരാമർശം 16:18, രണ്ടാമത്തെ പരാമർശം 2 വട്ടം ഒരേ വാക്യത്തിൽ തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയും. അത് കറക്റ്റ് നോക്കിയാൽ നമ്മൾ മലയാളം ബൈബിളിൽ 17-ാമത്തെ വാക്യത്തിലാണ് സഭ എന്നുള്ള പേര് പരാമർശം 2 പ്രാവശ്യം വരുന്നു. നമ്മൾ വചനം പരിശോധിക്കുമ്പോൾ നമ്മൾ ദൈവസഭയെ 2 വീക്ഷണത്തിൽ കാണാനായിട്ട് കഴിയും. ഒന്ന് സാർവത്രിക സഭ, 2 സ്ഥലം സഭ അല്ലെങ്കിൽ പ്രാദേശിക സഭ. അന്നേരം പുതിയ നിയമത്തിൽ നാം ദൈവസഭയെക്കുറിച്ച് പഠിക്കുമ്പോൾ ദൈവസഭയെ നമുക്ക് 2 വീക്ഷണത്തിൽ കാണാനായിട്ട് കഴിയും. ഒന്ന് സാർവത്രിക സഭ, 2 സ്ഥലം സഭ അല്ലെങ്കിൽ പ്രാദേശിക സഭ. ഇംഗ്ലീഷിൽ നമുക്ക് യൂണിവേഴ്സൽ അസംബ്ലി ആൻഡ് ദ ലോക്കൽ അസംബ്ലി. പുതിയ നിയമത്തിൽ സഭയെക്കുറിച്ചുള്ള ആദ്യത്തെ പരാമർശം സാർവത്രിക സഭയെക്കുറിച്ചുള്ള പരാമർശമാണ്. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും എന്നുള്ള പരാമർശം സാർവത്രിക സഭയെക്കുറിച്ചുള്ള പരാമർശമാണ്. 18-ാം അധ്യായത്തിൽ 17-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന സഭ എന്നുള്ള പരാമർശം ലോക്കൽ അസംബ്ലി, സ്ഥലം സഭയെക്കുറിച്ചുള്ള പരാമർശമാണ്. സാർവത്രിക സഭ എന്ന് പറയുമ്പോൾ
പെന്തക്കോസ്ത് നാൾ മുതൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരെയുള്ള കാലയളവിൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ കൂട്ടത്തെ സൂചിപ്പിക്കുന്ന പദമാണ്. പെന്തക്കോസ്ത് നാൾ മുതൽ കർത്താവായ യേശുക്രിസ്തു സഭയെ ചേർക്കാൻ കടന്നു വരുന്ന സന്ദർഭം വരെയുള്ള നാളുകളിൽ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുന്ന ദൈവമക്കളുടെ കൂട്ടമാണ് മണവാട്ടി സഭ. ആ മണവാട്ടി സഭയെ സൂചിപ്പിക്കുന്നതിനാണ് സാർവത്രിക സഭ, യൂണിവേഴ്സൽ അസംബ്ലി എന്നുള്ള പരാമർശം നാം ഉപയോഗിക്കുന്നത്. പുതിയ നിയമത്തിൽ സാർവത്രിക സഭയെക്കുറിച്ച് എവിടെയൊക്കെ പരാമർശമുണ്ടോ അതെല്ലാം ഏകവചനത്തിലാണ്. സാർവത്രിക സഭയെ അല്ലെങ്കിൽ മണവാട്ടി സഭയെ സൂചിപ്പിക്കുവാൻ പുതിയ നിയമത്തിൽ പരാമർശിച്ചിട്ടുള്ള ഭാഗങ്ങളെല്ലാം തന്നെ ഒന്നേ ഉള്ളൂ, ഏകവചനത്തിലാണ്. അപ്പോൾ തന്നെ ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഏകവചനത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ പരാമർശവും സ്ഥലം സഭയോടുള്ള സാർവത്രിക സഭയോടുള്ള പരാമർശം അല്ല. ഏകവചനത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ പരാമർശവും സാർവത്രിക സഭയെക്കുറിച്ചുള്ള പരാമർശമല്ല. എന്നാൽ സാർവത്രിക സഭയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളിലൊക്കെ അത് ഏകവചന രൂപത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സാർവത്രിക സഭയിൽ അംഗങ്ങളായിട്ടുള്ള എല്ലാവരും രക്ഷിക്കപ്പെട്ട ദൈവമക്കളാണ്, വീണ്ടും ജനിച്ച ദൈവമക്കളാണ്. ആ സഭയിലേക്ക് പ്രവേശനം നൽകുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. അപ്പോസ്തല പ്രവൃത്തി 2:47 അവിടെ നമ്മൾ വായിക്കുന്ന കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. എന്നിട്ട് സാർവത്രിക സഭയിൽ അംഗങ്ങളായിട്ടുള്ളവർ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ മാത്രമാണ്. രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തിയെയും നമുക്ക് സാർവത്രിക സഭയിൽ കാണുവാനായിട്ട് കഴിയുകയില്ല. 2:47 കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. എന്നാൽ ഒരു സ്ഥലം സഭയിലെ എല്ലാവരും രക്ഷിക്കപ്പെട്ടവരാകണമെന്ന് ഇല്ല. ഒരു സ്ഥലം സഭയിലെ അംഗങ്ങളെല്ലാവരും രക്ഷിക്കപ്പെട്ടവരായിരിക്കണം. പക്ഷേ നമ്മൾ ഇന്ന് നിലവിലുള്ള ഒരു സ്ഥലം സഭ എടുത്താൽ ആ സ്ഥലം സഭയിലെ അംഗങ്ങളെല്ലാവരും രക്ഷിക്കപ്പെട്ടവരാകണമെന്ന് ഇല്ല. ലോക്കൽ അസംബ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പുലമണ്ണിലൊരു സഭയുണ്ട്, പിന്നെ മാർക്കറ്റ് ഭാഗത്തൊരു സഭയുണ്ട്, അതും ഒരു ലോക്കൽ സഭയാണ്. മൈലത്തൊരു സഭയുണ്ട്, അതും ലോക്കൽ സഭയാണ്. അപ്പുറത്തെ ജംഗ്ഷനിൽ 1 കിലോമീറ്റർ മാറിയ ഒരു സഭയുണ്ട്, അതും ലോക്കൽ സഭയാണ്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ ലേഖനം എഴുതുമ്പോൾ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, മനുഷ്യരെ മൊത്തത്തിലെ മനുഷ്യരെ 3ആയിട്ട് തിരിക്കുന്നുണ്ട്. 1 പ്രാകൃത മനുഷ്യൻ, 2 ജഡീക മനുഷ്യൻ, 3 ആത്മീയ മനുഷ്യൻ. 2:14 പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അത് അവന് ഭോഷത്വമാകുന്ന നാച്ചുറൽ മാൻ. പ്രാകൃത മനുഷ്യൻ സമം രക്ഷിക്കപ്പെടാത്തവൻ. 2ാമത് ജഡീയ മനുഷ്യൻ, കാർണൽ മാൻ. പൗലോസ് പറയുന്നുണ്ട്, സഹോദരന്മാരെ, എനിക്ക് നിങ്ങളോട് ആത്മീയന്മാരോടെന്ന പോലെയല്ല, ജഡീയന്മാരോടെന്ന പോലെ എത്രയും സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. അതിൻ്റെ ജഡീയ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ദൈവവചനം അനുസരിക്കാത്തവൻ, ഈർഷ്യയും പിണക്കവുമുള്ളവൻ. 3ാമത് ആത്മീയ മനുഷ്യൻ. അത് 2:15 തോന്നുന്നു പൗലോസ് പറയുന്നുണ്ട്, ആത്മീയനോ സകലത്തെയും വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കപ്പെടുന്നതും ഇല്ല. പ്രാകൃത മനുഷ്യൻ, ജഡീയ മനുഷ്യൻ, ആത്മീയ മനുഷ്യൻ. എന്നിട്ട് കൊരിന്ത്യ ലേഖനം അവസാനിക്കുമ്പോൾ പൗലോസ് കൊരിന്ത്യരോട് എന്താ പറയുന്നത്? നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യുക. 2 ലേഖനങ്ങളിൽ വിശദീകരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ പൗലോസ് തൻ്റെ 2ാം ലേഖനം കൺക്ലൂഡ് ചെയ്യുമ്പോൾ പറയുക, നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണോ എന്ന്, നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്യും. രക്ഷിക്കപ്പെടാതെ സ്നാനപ്പെടുന്ന ആൾക്കാരുണ്ട്. ഇപ്പം കല്യാണപ്രായമായി നല്ല പെണ്ണ് കിട്ടണമെങ്കിൽ, ചെറുക്കൻ കിട്ടണമെങ്കിൽ ആദ്യത്തെ കാര്യം എന്താ? ഒരു വിവരം പറയുമ്പോൾ ചോദിക്കും, സ്നാനപ്പെട്ട് കൂട്ടായ്മയിലുള്ള കൊച്ചനാണോ പെണ്ണാണോ എന്ന് അന്വേഷിക്കുന്നു. എന്നിട്ട് കല്യാണം കിട്ടാതെ വരുമ്പോൾ മൂപ്പന്മാരും ഉപദേശിമാരും പറഞ്ഞു കൊടുക്കും, നീ ഒരു സാക്ഷ്യം പറ, നിന്നെ സ്നാനപ്പെടുത്താം. അങ്ങനെ കല്യാണത്തിന് വേണ്ടി സ്നാനപ്പെട്ട എത്രയോ പേര് നമ്മുടെ സഭകളിലുണ്ട്. ഇനി നമ്മുടെ കുട്ടികളുടെ യോഗങ്ങൾ നടക്കുമ്പോൾ ദൈവദാസൻ വചനം ശുശ്രൂഷിക്കുന്നു. വചനം ശുശ്രൂഷിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ പിടിക്കപ്പെട്ട വ്യക്തി
കരങ്ങൾ ഉയർത്തി ഞാൻ യേശുവിനെ രക്ഷകരും കർത്താവുമായി സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് കണ്ട അവൻ്റെ ക്ലാസ്സിലുള്ള അവൻ്റെ പ്രായക്കാരനായ സഹോദരനോ സഹോദരി എന്ത് ചെയ്യും? കണ്ട് എൻ്റെ കൂട്ടുകാരൻ കൈപൊക്കുന്നു, ഞാൻ കൈപൊക്കിയില്ലെങ്കിൽ എന്നെ കുറിച്ച് ആൾക്കാരെന്ത് വിചാരിക്കും എന്ന് പറഞ്ഞ് അവനും കൈപൊക്കും, അവനും സാക്ഷ്യം പറയും, അവനെ സ്നാനപ്പെടുത്തും. കർത്താവിൻ്റെ വീക്ഷണത്തിൽ യൂണിവേഴ്സൽ അസംബ്ലി ഉണ്ട്. യൂണിവേഴ്സൽ ചർച്ചിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ജീവിച്ചിരിക്കുന്നവർ സ്ഥലസഭയിലുണ്ടെങ്കിൽ അവർ രക്ഷിക്കപ്പെട്ടവരാ. അതാ പറയുന്നത്. പക്ഷേ അല്ലാതെ ഇപ്പം മെമ്പർഷിപ്പ് ലിസ്റ്റിലുള്ളവരും സഭയ്ക്ക് കൂട്ടായ്മ കൊടുക്കുന്നവരും ഒക്കെ ആ ലിസ്റ്റിലില്ലെന്ന്. ഇത് ഒരു 4-5 കൊല്ലം മുമ്പ് OM സമൂൽ സാറ് പറഞ്ഞൊരു കാര്യമാണ്. സാറിനെ കാണാൻ മാവേലിക്കര ഒരു ബ്രദറൻ അസംബ്ലിയിലെ മൂപ്പൻ വന്നു. മൂപ്പൻ വന്നിട്ട് സാറിനോട് പറഞ്ഞു, സാറേ ഞാൻ കഴിഞ്ഞ ആഴ്ചയാണ് രക്ഷിക്കപ്പെട്ടത്. അനേക വർഷങ്ങൾ മൂപ്പനായിട്ട് ശുശ്രൂഷിച്ചു. പുള്ളി വന്നിട്ട് സാറിനെ രഹസ്യമായിട്ട് കണ്ടിട്ട് പറഞ്ഞു, സാറേ ഞാൻ കഴിഞ്ഞ ആഴ്ചയിലാണ് രക്ഷിക്കപ്പെട്ടത്. എന്നാലും സാർ എന്നെ സ്നാനപ്പെടുത്തണമെന്ന് പറഞ്ഞു. സാറ് പറഞ്ഞൊരു കാര്യം ചെയ്യുക, ഇത് പറയേണ്ടത് നിങ്ങളുടെ സ്ഥലസഭയിലാണ്, സ്ഥലസഭയിൽ പറഞ്ഞിട്ട് എന്നെ വിളിച്ചാൽ ഞാൻ വന്ന് സ്നാനപ്പെടുത്താമെന്ന് പറഞ്ഞ് പുള്ളി അങ്ങ് പോയി. പത്തനംതിട്ട ബ്രദറൻ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ വന്നൊരു സ്റ്റുഡൻറ്റ് കേരളത്തിന് വെളിയിലുള്ള ഒരു സഭയിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടെന്ന് റെക്കമെൻഡ് ചെയ്ത് വിട്ട ഒരു സ്റ്റുഡൻറ്റ് പഠിച്ച് 2ാം വർഷം പഠിക്കുമ്പോൾ ഞങ്ങളൊരു പരസ്യയോഗത്തിന് പോയി. അന്ന് സുരേഷ് എന്ന് പറഞ്ഞൊരു സഹോദരൻ അന്ന് വൈകിട്ട് പരസ്യയോഗത്തിന് പ്രസംഗിച്ചു. വൈകിട്ട് വന്നപ്പോൾ എൻ്റെ അടുക്ക് വന്ന് പറഞ്ഞു, സാറേ ഇന്ന് ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞു. 2 പാസ്റ്റർമാർ ഞാൻ സുവിശേഷം പറഞ്ഞ് രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഒരിക്കലും എൻ്റെ വീട്ടിൽ വന്ന ഒരു പാസ്റ്റർ ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരാളാണ്. ആദ്യമായിട്ട് കണ്ടെന്നിട്ട് ഞാൻ ചോദിച്ചപ്പോൾ ഇങ്ങനെ ഓർത്തഡോക്സ് യാക്കോബ പശ്ചാത്തലത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട ഒരാളാണ്. ഞാൻ ചോദിച്ചേ വന്ന ആളാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ബ്രദർ എങ്ങനെയാണ് രക്ഷിക്കപ്പെട്ടത്? എന്നോട് പറഞ്ഞു, ഞാൻ സ്നാനപ്പെട്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ബ്രദർ എങ്ങനെയാണ് രക്ഷിക്കപ്പെട്ടത്? അത് പുള്ളിക്കറിയത്തില്ല. പിന്നെ ഞാൻ വീട്ടിലിരുന്ന് സുവിശേഷം പറഞ്ഞ് അവിടെ ഇരുന്ന് ഏറ്റ് പറഞ്ഞു ആ സഹോദരൻ. പിന്നെ ഒരിക്കൽ ഞങ്ങളുടെ ഒരു മാവേലിക്കര സഭയിലെ ഒരു കോട്ടേജ് മീറ്റിങ്ങിൽ വിശ്വാസികളൊക്കെ വന്നപ്പോൾ ആ വീട്ടിലെ ആൻറ്റിയുടെ ഒരു സഹോദരിയുടെ മകനൊരു പാസ്റ്ററാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ സ്നേഹിതനൊരു പാസ്റ്റർ വന്നു. ന്യൂ ഇന്ത്യ ബൈബിൾ കോളേജിൽ MDന് പഠിക്കുന്ന ഒരു ബ്രദറാണ്, പാസ്റ്ററാണ്. ഞാൻ പരിചയപ്പെട്ടപ്പോൾ കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരു ബ്രദറാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ബ്രദർ എങ്ങനെയാണ് രക്ഷിക്കപ്പെട്ടത്, അതിൻ്റെ സാഹചര്യം എന്താണ്? അങ്ങനെ പുള്ളി പറഞ്ഞു, ഞാൻ സ്നാനപ്പെട്ടെന്നാണ് പറഞ്ഞത്. പിന്നെ ആ മീറ്റിങ്ങിൽ നമ്മുടെ സഹോദരന്മാരൊക്കെ ഇരുന്ന മീറ്റിങ്ങിൽ ഏതാണ്ട് 1 മണിക്കൂർ എടുത്ത് സുവിശേഷം പറഞ്ഞ് ആ സഹോദരൻ അന്ന് ഇത്രയും വിശ്വാസികളുടെ മുമ്പിൽ യേശുവിനെ രക്ഷകനും കർത്താവുമായിട്ട് ഏറ്റു പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയത്. രക്ഷിക്കപ്പെട്ടവർ സ്നാനപ്പെടണം. അതിന് മുമ്പ് രക്ഷിക്കപ്പെട്ടിട്ടില്ലല്ലോ. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് സ്നാനപ്പെടണം. അതിന് മുമ്പുള്ള രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള സ്നാനമല്ലല്ലോ. ഞാൻ പറഞ്ഞത് ഒരു സ്ഥലസഭയിലുള്ള എല്ലാവരും രക്ഷിക്കപ്പെട്ടവരായിരിക്കണമെന്ന് ഇല്ല. എന്നാൽ സാർവത്രിക സഭയിൽ എല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണ്. രക്ഷിക്കപ്പെട്ടവർ മാത്രമേ ഉള്ളൂ. അത് ബ്രദറുകാർ മാത്രമാ, അല്ലെ പെന്തക്കോസ്തുകാർ മാത്രമാ, അല്ലെ TPMകാർ മാത്രമാണെന്ന് പറയാനും നമുക്ക് അനുവാദം ഇല്ല. എനിക്കൊന്ന് പണ്ടൊരു ദേവദാസൻ പറഞ്ഞത് ഞാനിങ്ങനെ വായിച്ചിട്ടുണ്ട്. ഞാൻ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവിടെ 3 അത്ഭുതങ്ങൾ കാണും. ഞാൻ സ്പർദ്ധനാന്ന് തോന്നുന്നു, അതോ മൂടിയാന്നോ ആരോ പറഞ്ഞായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. ഒന്ന്, സ്വർഗത്തിൽ കാണത്തില്ല എന്ന് ഞാൻ ചിന്തിക്കുന്ന പലരെയും ഞാൻ സ്വർഗത്തിൽ കാണും. 2, സ്വർഗത്തിൽ കാണും എന്ന് ചിന്തിക്കുന്ന പലരെയും ഞാൻ കാണുകയില്ല. 3, ഈ നീചനായ പാപിയായ ഞാനിതാ സ്വർഗത്തിൽ എന്നും പറഞ്ഞാൽ അതൊരു അത്ഭുതമാണെന്നുള്ള നിലയിൽ ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഞാൻ വായിച്ചും കേട്ടും അറിഞ്ഞിട്ടുണ്ട്. അന്നേരം സാർവത്രിക സഭയിലെ എല്ലാ അംഗങ്ങളും രക്ഷിക്കപ്പെട്ട ദൈവമക്കളാണ്. നമ്മൾ ഈ ജോൺ വെസ്ലിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ജോൺ വെസ്ലി മെത്തഡിസ്റ്റ് സഭയുടെ സ്ഥാപകനാണ്. ജോൺ വെസ്ലി തൻ്റെ സഹോദരൻ ചാൾസ് വെസ്ലി അവർ രണ്ടും ചേർന്ന് ഒരുപാട് കൺവെൻഷൻ നടത്തി. ആയിരക്കണക്കിന് ആൾക്കാരെ രക്ഷിക്കപ്പെട്ട് അവർ ജോൺ വെസ്ലി സ്ഥാപിച്ച സഭയാണ് മെത്തഡിസ്റ്റ് സഭ. ഒരിക്കൽ ജോൺ വെസ്ലി ഒരു സ്വപ്നം കണ്ടതായിട്ട് ഇല്ലസ്ട്രേഷൻ ബുക്കിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ സ്വർഗം എന്നൊരു ബോർഡ്, മറുവശത്ത് നോക്കിയപ്പോൾ നരകം എന്നൊരു ബോർഡ് അദ്ദേഹം സ്വപ്നം കണ്ടതാണ്, അല്ല ബൈബിളിലുള്ള കാര്യമല്ല. അന്നേരം സ്വർഗത്തിൻ്റെ അവിടെ ചെന്നപ്പോൾ ദൂതൻ പറഞ്ഞു കയറിയാട്ടെ എന്ന് പറഞ്ഞു.
എന്നിട്ട് അദ്ദേഹം പറഞ്ഞാൽ എനിക്കൊരു സംശയമുണ്ടെന്ന് ചോദിച്ചോട്ടെ. ചോദിക്കാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇതിൽ എത്ര മെത്തഡിസ്റ്റുകാർ സ്വർഗത്തിലുണ്ടെന്ന് ചോദിച്ചു. മെത്തഡിസ്റ്റ് സഭയുടെ സ്ഥാപകനല്ലേ. ദൂതൻ പറഞ്ഞു ഒരൊറ്റ മെത്തഡിസ്റ്റുകാരില്ലെന്ന് പറഞ്ഞു. പിന്നെ അന്നുള്ള സഭകളുടെ പേരൊക്കെ പറഞ്ഞ് ചോദിച്ചു. ദൂതൻ പറഞ്ഞു അങ്ങനത്തെ ഒരുത്തനും ഇവിടെ ഇല്ലെന്ന് പറഞ്ഞു. ഇനി വേണം ഇന്നത്തെ രീതി വെച്ചാണെങ്കിൽ എത്ര ബ്രദറുകാരുണ്ട് അല്ലെങ്കിൽ എത്ര ബന്ധക്കോസുകാരുണ്ട്, ഒരുത്തനും ഇല്ല. തിരിഞ്ഞ് നോക്കിയപ്പോൾ നരകത്തിൻ്റെ ബോർഡ് കണ്ട്. അങ്ങോട്ട് ചെന്നപ്പോൾ ആ ദൂതൻ പറഞ്ഞു ഇങ്ങോട്ട് വരണ്ട, താങ്കൾക്കുള്ള സ്ഥലമല്ല, അല്ല എനിക്കൊരു സംശയമുണ്ട്, ഇവിടെ മെത്തഡിസ്റ്റുകാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരുപാട് പേരുണ്ടെന്ന് പറഞ്ഞു. കത്തോലിക്കർ ഒരുപാട് പേരുണ്ടെന്ന് പറഞ്ഞു. ചോദിച്ചത് എല്ലാ കൂട്ടവും പറഞ്ഞവരൊക്കെ ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞു. ഇത് അദ്ദേഹം തിരിച്ചു വന്ന് സ്വർഗത്തിൻ്റെ ഭാഗത്ത് വന്ന് ആ ദൂതനോട് ചോദിച്ചു, താങ്കൾ പറഞ്ഞ് മെത്തഡിസ്റ്റുകാരില്ല, കത്തോലിക്കരില്ല, ലൂതറൻകാരില്ല, പ്രസ്ബിറ്റേറിയൻസ് ഇല്ല, എന്നാലും പിന്നെ ഇവിടെ ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടോ? എന്നാൽ ദൂതൻ പറഞ്ഞു ഇതിനകത്ത് ലക്ഷോപലക്ഷം വിശുദ്ധന്മാർ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ശുദ്ധീകരണം പ്രാപിച്ച കോടാനുകോടി ദൈവജനം ഇതിൽ ഉണ്ട് എന്ന് പറഞ്ഞതായിട്ട് ഞാനിങ്ങനെ വായിച്ച് കേട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചിന്തിക്കാത്ത ആൾക്കാർ, നമ്മുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ടുള്ള എത്രയോ ദൈവജനം, ഒരുപക്ഷെ ഹൈന്ദവരായിട്ട് ജീവിച്ചവരായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് ഇസ്ലാം മതവിശ്വാസികളായിട്ട് ജീവിച്ചവരായിരിക്കാം, യേശുവിനെ രക്ഷകരും കർത്താവുമായി സ്വീകരിച്ച എല്ലാ ദൈവമക്കളും തീർച്ചയായിട്ടും കർത്താവിൻ്റെ വരവെങ്കിൽ സ്വർഗത്തിൽ കാണും. പക്ഷേ ഒരു കാര്യമുണ്ട്, വിശ്വസിച്ചാൽ മാത്രം പോരാ. രക്ഷിക്കപ്പെട്ടവർ കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് സ്നാനപ്പെടണം, ഒരു വേർപെട്ട ജീവിതം നയിക്കണം, ഒരു ദൈവത്തെ ആരാധിക്കേണ്ട നിലയിൽ ആരാധിക്കണം, അവരുടെ ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തമായി നിർവഹിക്കണം, വിശുദ്ധ ജീവിതം നയിക്കണം. അന്നേരം അത് ചെയ്തില്ലെങ്കിൽ അത് നമ്മുടെ പ്രതിഫലത്തെയും ഒക്കെ ബാധിക്കുമെന്നുള്ളതും ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. അന്നേരം അത് മനസ്സിലാക്കി മുൻപോട്ട് ജീവിക്കുവാൻ ദൈവജനത്തിന് ഉത്തരവാദിത്തം ഉണ്ട്. അന്നേരം സാർവത്രിക സഭ, യൂണിവേഴ്സൽ അസംബ്ലി, അത് രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. സാർവത്രിക സഭയിൽ രക്ഷിക്കപ്പെട്ടവർ മാത്രമേ അംഗങ്ങളായിട്ടുള്ളൂ. അതിനെക്കുറിച്ചുള്ള പരാമർശം പുതിയ നിയമത്തിൽ ഏകവചന രൂപത്തിൽ ആണ്. എന്നാൽ സ്ഥലം സഭയെക്കുറിച്ചുള്ള പരാമർശം നമുക്ക് ഏകവചനത്തിലും ബഹുവചനത്തിലും കാണുവാനായിട്ട് കഴിയും. അതൊരു സ്ഥലത്തുള്ള സഭ, കൊരിന്ത്യയിലെ സഭ, അല്ലെങ്കിൽ ഫിലിപ്പിയിലെ സഭ, എഫെസോസിലെ സഭ എന്നുള്ള നിലയിൽ നമുക്ക് ഓരോ സ്ഥലത്തുള്ള ദൈവമക്കളുടെ ആ കൂട്ടത്തിന് നമുക്ക് സ്ഥലം സഭ എന്ന് പറയാനായിട്ട് കഴിയും. അതിനെക്കുറിച്ചുള്ള ആദ്യത്തെ പരാമർശം മത്തായി എഴുതിയ സുവിശേഷം നമ്മൾ കണ്ടു 18-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങളിലാണ്. ആ സ്ഥലം സഭയിൽ രക്ഷിക്കപ്പെടാത്തവരെയും നമുക്ക് കാണാനായിട്ട് കഴിയും. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഓക്കെ, അടുത്ത വിഷയം ദൈവത്തിൻ്റെ സഭ സ്ഥാപിക്കപ്പെട്ടതെന്നാണ്. ഇതുവരെയും ആദ്യം ഒരു ആമുഖക്കുറിപ്പ്, 2 സാർവത്രിക സഭ, സ്ഥലം സഭ. ഇനി അടുത്ത വിഷയം ദൈവസഭ സ്ഥാപിക്കപ്പെട്ടത് എന്നാണ്. എന്നിട്ട് ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. എന്നിട്ട് ചിലർ പറയുന്നത് ദൈവസഭ പഴയ നിയമത്തിലേ ഉണ്ട്, പഴയ നിയമത്തിലെ ഇസ്രായേലിൻ്റെ തുടർച്ചയാണ് പുതിയ നിയമത്തിലെ സഭ എന്ന് പഠിപ്പിക്കുന്നവരാ സമുദായ സഭകൾ മിക്കവാറും. അതുകൊണ്ടാണ് പഴയ നിയമത്തിലെ പുരോഹിതന്മാരുടെ കുപ്പായവും അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പിന്നെ വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം, അതിൻ്റെ മാതൃകകളൊക്കെ ഈ സമുദായ സഭകളിലെ ആലയങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. അന്നേരം പല സഭകളും, അങ്ങനെയുള്ള പല സഭകളും ചിന്തിക്കുന്നത് പഴയ നിയമത്തിൻ്റെ ഇസ്രായേലിൻ്റെ കണ്ടിന്യൂവേഷനാണ് പുതിയ നിയമ സഭ. അന്നേരം സഭ പഴയ നിയമത്തിലേ ഉണ്ട്, അതൊരു അഭിപ്രായമാണ്. ഇനി ചിലർ പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ സഭ സ്ഥാപിക്കപ്പെട്ടത് യേശുക്രിസ്തു പരസ്യ ശുശ്രൂഷ ആരംഭിച്ചപ്പോഴാണ്. ദൈവത്തിൻ്റെ സഭ സ്ഥാപിക്കപ്പെട്ടത് കർത്താവ് പറഞ്ഞ് ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോഴാണ്. യേശുക്രിസ്തുവിൻ്റെ മരണസമയത്താണ്, യേശുക്രിസ്തു ഉയർത്തപ്പോഴാണ്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പെന്തക്കോസ്ത് നാളിലാണ്. ഇനി
അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൽ ആദ്യമായിട്ട് ജാതികൾ സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ടപ്പോഴാണ്. ഇനി 13-ാം അധ്യായത്തിൽ പൗലോസിനെയും ബർന്നബാസിനെയും വേലയ്ക്ക് വിളിച്ച് വേർതിരിച്ച് ജാതികളുടെ മധ്യത്തിലേക്ക് അയച്ചപ്പോഴാണ്. അങ്ങനെ ഒരുപാട് അഭിപ്രായങ്ങൾ നമ്മൾ ക്രൈസ്തവ ഗോളത്തിൽ ദൈവസഭയുടെ ആരംഭത്തെക്കുറിച്ച് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് നമ്മൾ ഈ വിഷയം ഒന്ന് ചിന്തിക്കാനായിട്ട് താല്പര്യമാണ്. ഒന്നാമത്തെ പോയിന്റ് നമുക്ക് മത്തായി 16-18 വാക്യം വായിക്കും. മത്തായി 16-18. അവിടെ യേശുക്രിസ്തു പറഞ്ഞു, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. നമുക്കറിയാം അത് ഭാവി കാലത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഐ വിൽ ബിൽഡ് മൈ അസംബ്ലി, ഞാൻ എൻ്റെ സഭയെ പണിയും. അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്, യേശുക്രിസ്തു ഈ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് വരെ ദൈവത്തിൻ്റെ സഭ രൂപപ്പെട്ടിട്ടില്ല. അത് യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ, അല്ലെങ്കിൽ യേശുക്രിസ്തു ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് പറഞ്ഞ സന്ദർഭം വരെ ദൈവത്തിൻ്റെ സഭ സ്ഥാപിക്കപ്പെട്ടിട്ടില്ല. അടുത്ത റെഫറൻസ് അപ്പോസ്തല പ്രവൃത്തി 20-28. അപ്പോസ്തല പ്രവൃത്തി 20-28. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭ. ദൈവത്തിൻ്റെ സഭ സമ്പാദിക്കപ്പെട്ടത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സഭ വിലയ്ക്ക് വാങ്ങപ്പെട്ടത് ദൈവത്തിൻ്റെ രക്തത്താലാണ്, യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ രക്തത്താലാണ്. അതുകൊണ്ട് നമുക്കെന്ത് പറയാനായിട്ട് കഴിയും? യേശുക്രിസ്തുവിൻ്റെ മരണം വരെ ദൈവത്തിൻ്റെ സഭ ഇല്ലായിരുന്നു എന്നുള്ളത് അവിടെ വ്യക്തമാണ്. യേശുക്രിസ്തുവിൻ്റെ മരണം വരെ ദൈവത്തിൻ്റെ സഭ ഇല്ലായിരുന്നു. ഇനി അടുത്ത വാക്യം എഫേസ്യ ലേഖനം 1-ാം അധ്യായം 20 മുതൽ. യേശുക്രിസ്തുവിൻ്റെ മരണം വരെ ദൈവത്തിൻ്റെ സഭ ഇല്ലായിരുന്നു. അടുത്തത് എഫേസ്യ ലേഖനം 1-ാം അധ്യായം 20 മുതൽ 23 വരെ. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തൻ്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചകൾക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ എത്തുകയും സർവവും അവൻ്റെ കാൽക്കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. നമ്മൾ വായിക്കുന്ന പിതാവായ ദൈവം പുത്രനായ ദൈവത്തെ യേശുക്രിസ്തുവിനെ ഉയർപ്പിക്കുകയും പിന്നെ സ്വർഗത്തിൽ തൻ്റെ വലത് ഭാഗത്തിരുത്തുകയും അതിനുശേഷം നമ്മൾ വായിക്കുന്നത് സർവവും അവൻ്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. അന്നേരം യേശുക്രിസ്തുവിൻ്റെ ശരീരമാണ് സഭ. സഭ എന്ന ശരീരത്തിൻ്റെ തലയാണ് ക്രിസ്തു. അന്നേരം ക്രിസ്തുവിനെ പിതാവായ ദൈവം സഭ എന്ന ശരീരത്തിൻ്റെ തലയാക്കിയത് എന്തിനു ശേഷമാണ്? പിതാവായ ദൈവം പുത്രനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിന് ശേഷമാണെന്ന് ഈ ഭാഗത്ത് വ്യക്തമാണ്. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് വരെ ദൈവത്തിൻ്റെ സഭ ഇല്ലായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് വരെ ദൈവത്തിൻ്റെ സഭ ഇല്ലായിരുന്നു. അടുത്ത വാക്യം എഫേസ്യ ലേഖനം 4-ാം അധ്യായം. എഫേസ്യ ലേഖനം 4-ാം അധ്യായം നോക്കി, അതിൻ്റെ 7 മുതൽ 11 വരെ. എന്നാൽ നമ്മിൽ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ ദാനത്തിൻ്റെ അളവിനൊത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് എഫേസ്യ ലേഖനം 4-ന്റെ 7 മുതൽ 11 വരെ. അവൻ ബദ്ധന്മാരെ പിടിച്ചു കൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? ഇറങ്ങിയവൻ സകലത്തെയും നിറക്കേണ്ടതിന് സ്വർഗത്തിന് മീതെ കയറിയവനുമാകുന്നു. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. മതി. എന്നിട്ട് ഇവിടെ നമ്മൾ വായിക്കുന്നത്
നമ്മിൽ ഓരോരുത്തന് ക്രിസ്തുവിൻ്റെ ദാനത്തിൻ്റെ അളവിനൊത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. എന്നിട്ട് നമ്മൾ വായിക്കുന്നത്, അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു. കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗാദി സ്വർഗത്തിനു മീതെ കയറിയവനുമാകുന്നു. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അവിടെ നമ്മൾ വായിക്കുന്നത്, സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് വീണ്ടും സ്വർഗാരോഹണം ചെയ്ത കർത്താവായ യേശു ക്രിസ്തു ദൈവസഭയ്ക്ക് പ്രവർത്തനത്തിനായിട്ട് ദാനങ്ങളെ നൽകി. ദൈവസഭയ്ക്ക് ലഭിച്ചിരിക്കുന്ന ദാനങ്ങളാണ് അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, അത് അടിസ്ഥാന വരങ്ങളാണ്. പിന്നീട് സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ. ഈ വരങ്ങളെ ദൈവസഭയ്ക്ക് കർത്താവ് നൽകിയത് ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷമാണ്. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണം വരെ ദൈവത്തിൻ്റെ സഭ രൂപപ്പെട്ടിരുന്നില്ല. അതാണ് അതിൻ്റെ പോയിന്റ്. നമ്മൾ കണ്ടു, യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷാ വേളയിൽ സഭ രൂപപ്പെട്ടിരുന്നില്ല. യേശുക്രിസ്തുവിൻ്റെ മരണം വരെ സഭ രൂപപ്പെട്ടിരുന്നില്ല. യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് വരെ സഭ രൂപപ്പെട്ടിരുന്നില്ല. യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണം വരെ സഭ രൂപപ്പെട്ടിരുന്നില്ല. ഇനി ഒരു വാക്യം വായിക്കാം. എഫേസ്യ ലേഖനം 3-ന്റെ 3 മുതൽ 6 വരെ. ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ വെളിപ്പാടിനാൽ എനിക്കൊരു മർമ്മം അറിയായി വന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. നിങ്ങളത് വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾക്ക് ഗ്രഹിക്കാം. ആ മർമ്മം ഇപ്പോൾ അവരുടെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിയായി വന്നിരുന്നില്ല. അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളുമാകണം എന്നുള്ളത് തന്നെ മതി. എന്നാൽ ഇവിടെ പൗലോസ് പറയുകയാണ്, ഒരു മർമ്മം തനിക്ക് വെളിവായി വന്ന ഒരു മർമ്മം. അത് താനിവിടെ പറയുന്നത്, പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിയാതിരുന്ന ഒരു സത്യത്തെ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് ആ മർമ്മം എന്ന് പറയുന്നത് ദൈവസഭയെക്കുറിച്ചുള്ള മർമ്മമാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, സുവിശേഷത്താൽ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളാണ്, ഏക ശരീരസ്ഥരാണ്, വാഗ്ദത്തത്തിൽ പങ്കാളികളാണ്. യഹൂദനും യവനനും എന്നുള്ള വ്യത്യാസമില്ലാതെ ജാതികളും യഹൂദന്മാരും ഏക ശരീരസ്ഥരാണ്. അതാണ് പണ്ട് മറഞ്ഞിരുന്ന, പഴയ നിയമത്തിൽ മറഞ്ഞിരുന്ന, ഇപ്പോൾ വെളിപ്പെട്ട് നൽകിയിരിക്കുന്ന ആ സത്യം. നമുക്കറിയാം, മർമ്മം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ മർമ്മം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നമുക്കറിയാത്ത കാര്യമെന്നാണ്. പക്ഷേ നമ്മൾ വചനം പരിശോധിക്കുമ്പോൾ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന മർമ്മം എന്ന് പറയുന്നത് ഒരിക്കൽ മറഞ്ഞിരുന്നതും അത് എഴുതിയ സന്ദർഭത്തിൽ വെളിപ്പെട്ടതുമായ സത്യമാണ്. കാരണം അങ്ങനെയുള്ളൊരു മർമ്മത്തെക്കുറിച്ചാണ് പൗലോസ് ഇവിടെ പറയുന്നത്. ആ മർമ്മം എന്താ? ജാതികൾ, യഹൂദന്മാർ, അവർ ഏക ശരീരസ്ഥ. അതെപ്പോഴാണ് സംഭവിച്ചത്? അപ്പോഴാ ദൈവത്തിൻ്റെ സഭ സ്ഥാപിക്കപ്പെട്ടത്. 1 കൊരിന്ത്യർ 12-13 വാക്യം. 1 കൊരിന്ത്യർ 12-13 വാക്യം. ക്രിസ്തുവും അവിടെ നമ്മൾ വായിക്കുന്നത്, യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തു വരികയും. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത്, യഹൂദനെന്നോ യവനനെന്നോ വ്യത്യാസമില്ലാതെ, ദാസനെന്നോ സ്വതന്ത്രനെന്നോ വ്യത്യാസമില്ലാതെ ഏക ശരീരസ്ഥരായി തീർന്നത് എന്തിൻ്റെ ഫലമായിട്ടാണ്? പരിശുദ്ധാത്മ സ്നാനത്തിൻ്റെ ഫലമായിട്ടാണ്. നമ്മൾ പുതിയ നിയമത്തിൽ നമ്മൾ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, അപ്പോസ്തല പ്രവൃത്തികൾ, ഈ 5 പുസ്തകങ്ങളിലും നമുക്ക് പരിശുദ്ധാത്മ സ്നാനത്തെക്കുറിച്ചുള്ള പ്രവചനം കാണാനായിട്ട് സാധിക്കും.
ഓർത്തിരിക്കാൻ എളുപ്പമാണ്. മത്തായി 3-ാം അധ്യായം, മർക്കോസ് 1-ാം അധ്യായം, ലൂക്കോസ് 3-ാം അധ്യായം, യോഹന്നാൻ 1-ാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം. ഇതിൽ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ ഇവിടെയൊക്കെ പ്രത്യേകിച്ച് ആദ്യത്തെ 3 സുവിശേഷങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് യോഹന്നാൻ സ്നാപകൻ്റെ വ്യക്തമായ വാക്കുകളാണ്. എൻ്റെ പിന്നാലെ വരുന്നവൻ, അത് മത്തായിലും ലൂക്കോസിലും, എൻ്റെ പിന്നാലെ വരുന്നവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും നിങ്ങളെ തീ കൊണ്ടും സ്നാനപ്പെടുത്തും. അവൻ മാനസാന്തര സ്നാനം ഏറ്റവരോട് പറയുക, നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും. അവിടെ സദൂക്യരും ശാസ്ത്രിമാരും നിൽക്കുന്നുണ്ട്, അവരോട് പറഞ്ഞ് നിങ്ങളെ തീ കൊണ്ടും സ്നാനപ്പെടുത്തും. മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം നോക്കിയാൽ ആ കോണ്ടക്സ്റ്റിൽ ശാസ്ത്രിമാരും പരീശന്മാരും ഒന്നുമില്ല. അവിടെ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനപ്പെടുത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചിലരൊക്കെ പറയാറുണ്ട് ഈ പരിശുദ്ധാത്മാവ് കൊണ്ടുള്ള സ്നാനവും തീ കൊണ്ടുള്ള സ്നാനവും ഒന്നാണ്. അങ്ങനെയല്ല. തീ കൊണ്ടുള്ള സ്നാനം പറഞ്ഞിരിക്കുന്നത് മത്തായി 3-ലും ലൂക്കോസ് 3-ലുമാണ്. പരിശുദ്ധാത്മാവ് കൊണ്ടുള്ള സ്നാനം എന്ന് മാത്രം പറഞ്ഞിരിക്കുന്നത് മർക്കോസ് 1-ലാണ്. അതെ അതെ, അവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങളെ തീ കൊണ്ട് സ്നാനപ്പെടുത്തുമെന്ന് പറഞ്ഞാൽ തീ മുക്കുമെന്ന്, അത്രയേ ഉള്ളൂ. ശിക്ഷയാ. കാരണം ഞാൻ പറഞ്ഞല്ലോ, മത്തായി 3-ാം അധ്യായത്തിലും ലൂക്കോസ് 3-ാം അധ്യായത്തിലുമാണ് തീ കൊണ്ടുള്ള സ്നാനം പറഞ്ഞിരിക്കുന്നത്. ഈ 2 ഭാഗത്തും യേശുക്രിസ്തു യോഹന്നാൻ സ്നാപകന്റെ വാക്കുകളിൽ ഒരു കാര്യം കൂടെ ചേർത്ത് പറയുന്നുണ്ട്. ഈ 2 ഭാഗങ്ങളിൽ മത്തായി 3-ലും ലൂക്കോസ് 3-ലും എൻ്റെ പിന്നാലെ വരുന്നവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും, 2 കൂട്ടരാണ്. നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും നിങ്ങളെ തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. ഇതിന് പറയുകയാണ്, വീശുമുറം അവൻ്റെ കയ്യിൽ ഉണ്ട്, അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. 2 കൂട്ടരാണ്. ഇതിന് പരിശുദ്ധാത്മ സ്നാനം അത് ഗോതമ്പാണ്. തീ കൊണ്ടുള്ള സ്നാനം എന്ന് പറഞ്ഞാൽ പതിരെന്ന് പറയുന്നത് തീ കൊണ്ടുള്ള സ്നാനമാണ്. അത് തീക്കിരയാക്കി അവർക്ക് കൊടുക്കുന്ന ശിക്ഷാവിധിയെ കാണിക്കുകയാണ്. കെടാത്ത തീയിലേക്ക്, ചാകാത്ത പുഴുവിൻ്റെ അനുഭവത്തിലേക്ക് രക്ഷിക്കപ്പെടാത്തവരെ വലിച്ചെറിയുന്ന പരാമർശമാണ്. ഇതിന് പരിശുദ്ധാത്മ സ്നാനത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ നമുക്ക് ഈ പുസ്തകങ്ങളിൽ കാണാൻ കഴിയും. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവും പറയുന്നുണ്ട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. നോക്കിയേ 1:4, അപ്പോസ്തല പ്രവൃത്തി 1:4. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ച 5-ാം വാക്യം, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും. 1:4, 5. അവിടെ ആ പരിശുദ്ധാത്മ സ്നാനം നടന്ന സന്ദർഭമാണ് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം. അതിൻ്റെ പോയിന്റ് എന്ന് പറഞ്ഞാൽ അവിടെ ആ ഭാഗം ഓർപ്പിക്കുന്ന ദൈവസഭ ഒരു മർമ്മമാണ്. എന്നിട്ട് ആ മർമ്മത്തിൻ്റെ വിഷയം എന്താ? യഹൂദന്മാരും ജാതികളും ഏക ശരീരസ്ഥർ. അന്നേരം ആ ഏക ശരീരസ്ഥരായി തീരുന്ന എന്തിൻ്റെ ഫലമായിട്ടാണ്? പരിശുദ്ധാത്മ സ്നാനത്തിൻ്റെ ഫലമായിട്ടാണ്. ആ പരിശുദ്ധാത്മ സ്നാനം എപ്പോൾ നടന്നു? അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പെന്തക്കോസ്ത് നാൾ. അതാ പരിശുദ്ധാത്മ സ്നാനത്തെക്കുറിച്ച്. പരിശുദ്ധാത്മ സ്നാനത്തിൻ്റെ ഫലമായിട്ടാണ് യഹൂദനെന്നോ യഹോവനെന്നോ വ്യത്യാസമില്ലാതെ, ദാസനെന്നോ സ്വതന്ത്രനെന്നോ വ്യത്യാസമില്ലാതെ ആ ഏക ശരീരം രൂപപ്പെട്ടത്. എന്നാൽ അത് നടന്നത് പെന്തക്കോസ്ത് നാളിലാണ്. യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷമുള്ള പെന്തക്കോസ്ത് നാളിൽ, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ. അന്ന് പരിശുദ്ധാത്മ സ്നാനം ചരിത്രപരമായി നടന്നു. അന്ന് നടന്ന കാര്യം പിന്നീട് ചരിത്രത്തിൽ ഒരിക്കലും ആവർത്തിക്കപ്പെട്ടിട്ടില്ല. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ നടന്ന പരിശുദ്ധാത്മ സ്നാനം അത് ചരിത്രപരമാണ്. ആ നിലയിൽ പിന്നെ ചരിത്രത്തിൽ എങ്ങും ആവർത്തിക്കപ്പെട്ടിട്ടില്ല. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. 2-ാം അധ്യായം.
പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്നൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ച് അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ച് തുടങ്ങി. അന്നേരം അവിടെ ആ പരിശുദ്ധാത്മ സ്നാനം നടന്ന ആ കാര്യമാണ് പറയുന്നത്. അവർ ഒരുമിച്ച് പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ ഒരു സ്ഥലത്ത് കൂടിയിരുന്നപ്പോൾ പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്ന് മുഴക്കമുണ്ടായി. അവരിരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തൻ്റെ മേൽ പതിഞ്ഞു. അങ്ങനെ ഒരു കാര്യം പിന്നീട് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലെങ്ങും നടക്കുന്നില്ല. അങ്ങനെ ഒരു കാര്യം പിന്നെ ലേഖനങ്ങളിലൊന്നും പരാമർശിച്ചിട്ടില്ല. വെളിപ്പാട് പുസ്തകത്തിലും പറഞ്ഞിട്ടില്ല. ചരിത്രത്തിലും ഇതുവരെ അങ്ങനെ ഒരു കാര്യം നടന്നതായിട്ട് ആരും അവകാശപ്പെട്ടതായിട്ട് ഞാനും വായിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ പെന്തക്കോസ്ത് നാളിൽ നടന്ന ആ വസ്തുത ചരിത്രപരമായിരുന്നു. അത് പരിശുദ്ധാത്മ സ്നാനം ചരിത്രപരമായി നടന്ന രംഗമായിരുന്നു. അപ്പോഴാ ദൈവത്തിൻ്റെ സഭ സ്ഥാപിക്കപ്പെട്ടത്. ദൈവത്തിൻ്റെ സഭ സ്ഥാപിക്കപ്പെട്ടത് ഏത് ദിവസമാണെന്നറിയാമോ? പെന്തക്കോസ്ത് നാൾ ഏത് ദിവസമാണെന്നറിയാമോ? പെന്തക്കോസ്ത് നാൾ എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലെ ഒരു ഉത്സവമാണ്. ഇസ്രായേൽ മക്കൾക്ക് കൊടുത്ത 7 ഉത്സവങ്ങളിൽ ഒരു ഉത്സവമാണ് പെന്തക്കോസ്ത് നാൾ. ആ പെന്തക്കോസ്ത് നാൾ പറയുന്നത് നമ്മൾ പെസഹ പെരുന്നാൾ, പിന്നെ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ, പിന്നെ ആദ്യഫല പെരുന്നാൾ. ആ ആദ്യഫല പെരുന്നാൾ തൊട്ട് 7 ശബത്ത് കഴിഞ്ഞ് അടുത്ത ദിവസം 7 ശബത്ത് എന്ന് പറഞ്ഞാൽ 7 7 49, അടുത്ത ദിവസം 50-ാം ദിവസം. അതാ പെന്തക്കോസ്ത് എന്ന് പറഞ്ഞാൽ 50-ാമത്തേത് 50th. അന്നേരം 7 ശബത്ത് എന്ന് പറയുമ്പോൾ 7 ഗുണം 7 49, അടുത്ത ദിവസം 50-ാം ദിവസം. ശബത്തിൻ്റെ അടുത്ത ദിവസം ഏത് ദിവസമാണ്? ഞായറാഴ്ച. എന്നിട്ട് ദൈവസഭ സ്ഥാപിക്കപ്പെട്ടത് ഞായറാഴ്ചയാണ്. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസമാണ്. പരിശുദ്ധാത്മ സ്നാനം ചരിത്രപരമായി നടന്നത് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസമാണ്. അത് നമ്മൾ ആ ഫസ്റ്റ് ഡേ ഓഫ് ദ വീക്ക് അതിൻ്റെ പ്രത്യേകത ഏതാണ്? നമ്മൾ പറയുന്നത് ആ ആദ്യഫല പെരുന്നാൾ തൊട്ട് 7 ശബത്ത് കഴിഞ്ഞ് അടുത്ത ദിവസമാണ് പെന്തക്കോസ്ത് നാൾ. അവിടെ പഴയ നിയമത്തിൽ ആ കണക്ക് പറയുന്നുണ്ട്. 7 ശബത്ത് കഴിഞ്ഞ് അടുത്ത ദിവസം. അന്നേരം 7 ശബത്ത് എന്ന് പറയുമ്പം 7 ഗുണം 7. എന്നിട്ട് ശബത്തിൻ്റെ അടുത്ത ദിവസം എന്ന് പറഞ്ഞാൽ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം. അത് 50-ാം ദിവസമാണ്. അന്നേരം അത് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസമാണ്. അന്നാണ് ദൈവത്തിൻ്റെ സഭ സ്ഥാപിക്കപ്പെട്ടത്. അത് ഞാൻ ഇത്രയൊന്ന് അന്നേരം യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ സഭയില്ലായിരുന്നു. മരണം വരെ സഭയില്ലായിരുന്നു. ഉയർത്തെഴുന്നേൽപ്പ് വരെ സഭയില്ലായിരുന്നു. സ്വർഗാരോഹണം വരെ സഭയില്ലായിരുന്നു. സഭ ഒരു മർമ്മമാണ്. ആ മർമ്മം എന്ന് പറയുന്നത് ജാതിയും യഹൂദന്മാരും ഒറ്റ ശരീരത്തിൻ്റെ ഭാഗം. അത് സംഭവിച്ചത് പരിശുദ്ധാത്മ സ്നാനത്താലാണ്. പരിശുദ്ധാത്മ സ്നാനം നടന്നത് പെന്തക്കോസ്ത് നാളിലാണ്. ദൈവസഭ സ്ഥാപിക്കപ്പെട്ടത് പെന്തക്കോസ്ത് നാളിലാണ്. നമുക്കിനി അടുത്ത വിഷയത്തിലേക്ക് പ്രവേശിക്കാം. അടുത്തതായിട്ട് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് ദൈവസഭയുടെ പരിപാലനം. ദൈവസഭയുടെ പരിപാലനം. ദൈവസഭയുടെ പരിപാലനത്തെ സൂചിപ്പിക്കുന്നതിന് 3 പദങ്ങൾ, ഗ്രീക്ക് പദങ്ങൾ പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതിലൊന്നാമത്തെ പദം പ്രസ്ബ്യൂറ്ററോസ്. പ്രസ്ബ്യൂറ്ററോസ്, PRESBUTEROS. PRESBUTEROS. പ്രസ്ബ്യൂറ്ററോസ്. അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എൽഡർ. എൽഡർ മലയാളത്തിൽ മൂപ്പൻ. പ്രസ്ബ്യൂറ്ററോസ് അതിൻ്റെ ഇംഗ്ലീഷ് പദം എൽഡർ, മലയാളം പദം മൂപ്പൻ. ഇത് നമ്മൾ CSI ഈ ചില സമുദായ സഭകളിൽ ഈ അവരുടെ കുർബാന ക്രമമുണ്ടല്ലോ. മലയാളത്തിൽ നോക്കിയാൽ പട്ട ജന കാണും. പട്ടക്കാരൻ ജനം, പട്ടക്കാരൻ വായിക്കും, ജനം വായിക്കും. സമയം അവരുടെ ഇംഗ്ലീഷ് ചർച്ചുകളിൽ ചെന്ന് കഴിഞ്ഞാൽ മർത്തവക്കാരുടെയൊക്കെ
ഇംഗ്ലീഷ് ചർച്ചിൽ ചെന്നാൽ ഇംഗ്ലീഷ് കുർബാന ക്രമമാണ്. എന്നിട്ട് അതിനകത്ത് എഴുതിയിരിക്കുന്ന പ്രസ്ബിറ്റർ എന്നാണ്. അച്ഛൻ പട്ടക്കാരൻ എന്നുള്ളതിന് പ്രസ്ബിറ്റർ. പ്രസ്ബിറ്റർ എന്ന് പറഞ്ഞാൽ ഈ പദത്തിൽ നിന്ന് പ്രസ്ബിറ്ററോസ് എന്തോ പ്രസ്ബിറ്റർ. ഓക്കെ, പ്രസ്ബിറ്റർ. രണ്ടാമത്തെ പദം എപ്പിസ്കോപ്പോസ്. രണ്ടാമത്തെ പദം എപ്പിസ്കോപ്പോസ്. EPISKOPOS. EPISKOPOS. എപ്പിസ്കോപ്പോസ്. എപ്പിസ്കോപ്പോസ്. അത് ഇംഗ്ലീഷ് ബൈബിളിൽ ബിഷപ്പ് എന്നും ഓവർസിയർ എന്നും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ചില ട്രാൻസ്ലേഷനിൽ ബിഷപ്പ് എന്നും മറ്റു ചില ട്രാൻസ്ലേഷനിൽ ഓവർസിയർ എന്നും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ പദം മലയാളം അധ്യക്ഷൻ. അധ്യക്ഷൻ. മൂന്നാമത്തെ പദം പൊയ്മേൻ. POI. പൊയ്മേൻ. POIMEN. ഈയുടെ മേളിൽ ഒരു വര കൊടുത്താൽ അത് മേന്ന് നമുക്ക് നീട്ടി വായിക്കാനായിട്ട്. പൊയ്മേൻ. പൊയ്മേൻ. POIMEN. പൊയ്മേൻ. അത് ലോങ് വവൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പൊയ്മേൻ. അതിൻ്റെ ഇംഗ്ലീഷ് പാസ്റ്റർ, മലയാളം ഇടയൻ. ദൈവസഭയുടെ പരിപാലനത്തോട് ബന്ധപ്പെട്ട് ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ സൂചിപ്പിക്കുവാൻ ഉപയോഗിച്ചിരിക്കുന്ന 3 പദങ്ങളാണ് പ്രസ്ബ്യൂറ്ററോസ്, എൽഡർ അല്ലെങ്കിൽ മൂപ്പൻ. രണ്ടാമത്തേത് എപ്പിസ്കോപ്പോസ്, അത് ഇംഗ്ലീഷിൽ ബിഷപ്പ് അല്ലെങ്കിൽ ഓവർസിയർ, മലയാളത്തിൽ അധ്യക്ഷൻ. മൂന്നാമത്തെ പദം പൊയ്മേൻ, പാസ്റ്റർ അല്ലെങ്കിൽ ഷെപ്പേർഡ്, പിന്നെ അതിൻ്റെ മലയാളം ഇടയൻ. പൊയ്മേൻ ഗ്രീക്കാണ്. ഓക്കെ. അന്നേരം നമ്മൾ ഇന്നത്തെ ക്രൈസ്തവ ഗോളം പരിശോധിച്ചാൽ ഈ 3 പദങ്ങളും വിവിധ ഗ്രേഡിലുള്ള സ്ഥാനമായിട്ടാണ് പലരും ചിന്തിച്ചിരിക്കുന്നത്. ഇപ്പം നമ്മൾ മർത്തോമാ സഭ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ CSI സഭ എടുത്തു കഴിഞ്ഞാൽ ഉയർന്ന റാങ്കിലുള്ളവർ ബിഷപ്പ്. പിന്നെ ബിഷപ്പിൻ്റെ താഴെ വരുന്ന അച്ഛന്മാരാണ് പ്രസ്ബിറ്റർ, എൽഡർ. ഓക്കെ, സമുദായ സഭകൾ. ഇനി നമ്മൾ ചർച്ച് ഓഫ് ഗോഡ് എടുത്തു കഴിഞ്ഞാൽ ചർച്ച് ഓഫ് ഗോഡിലെ ഹയർ ലെവൽ ലീഡേഴ്സ് അറിയപ്പെടുന്നത് ഓവർസിയർ എന്നാണ്. ഓവർസിയറുടെ താഴെ വരുന്നവരറിയപ്പെടുന്ന പാസ്റ്റർ എന്നാണ്. ഇനി ചില ബാപ്റ്റിസ്റ്റ് സഭകളിൽ ചെന്നാൽ ഹയർ ലെവൽ ലീഡർഷിപ്പ് അറിയപ്പെടുന്ന പാസ്റ്റർ എന്നാണ്. എന്നാൽ ഒരു ലോക്കൽ ചർച്ചിൽ പാസ്റ്ററെ കൂടാതെ എൽഡേഴ്സ് ഉണ്ട് ബാപ്റ്റിസ്റ്റ് ചർച്ചുകൾ. ഇതിന് പാസ്റ്ററുടെ കീഴിൽ വരുന്ന ഒരു സ്ഥാനമാണ് ബാപ്റ്റിസ്റ്റ് സഭകളിൽ എൽഡർ. ഇനിയും ഓക്കെ, ഞാൻ ഈ പറഞ്ഞു വെച്ച് നോക്കുമ്പം ഒരു ഉയർന്ന ലീഡർഷിപ്പ് ബിഷപ്പ് അല്ലെങ്കിൽ ഓവർസിയർ, അതിൻ്റെ താഴെ വരുന്ന ഒരു ലീഡർഷിപ്പ് പാസ്റ്റർ, അതിൻ്റെ താഴെ വരുന്നത് എൽഡർ. അങ്ങനെയാ പൊതുവെ നമുക്കിന്ന് ക്രൈസ്തവ ഗോളത്തിൽ കാണാനായിട്ട് കഴിയും. ഇനി ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ വചനം പരിശോധിക്കുമ്പോൾ ഇത് 3 ഗ്രേഡിലുള്ള സ്ഥാനങ്ങളല്ല, മറിച്ച് ഒരു വ്യക്തിക്ക് ലഭിച്ചിരിക്കുന്ന വ്യത്യസ്ത ശുശ്രൂഷകളെ കാണിക്കുന്ന പദമാണ്. നമ്മൾ വചനം പരിശോധിക്കുമ്പോൾ നമ്മളതിൻ്റെ തെളിവുകൾ പരിശോധിക്കാം. വചനം പരിശോധിക്കുമ്പോൾ ഈ മൂപ്പൻ, അധ്യക്ഷൻ, ഇടയൻ, ഇത് 3 ഗ്രേഡിലുള്ള 3 തരത്തിലുള്ള ആൾക്കാരുടെ ശുശ്രൂഷയെ കാണിക്കുന്ന വാക്കുകളല്ല, ഒരു വ്യക്തിക്ക് ലഭിച്ചിരിക്കുന്ന സ്ഥാനത്തെയും ശുശ്രൂഷകളെയും കാണിക്കുന്ന പദങ്ങളാണ്. ഇനി നമുക്ക് അതിൻ്റെ തെളിവ് പരിശോധിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായം 17-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തി 20:17. പൗലോസിൻ്റെ 3-ാമത്തെ സുവിശേഷ യാത്രയിൽ തനിക്ക് എഫെസോസ് വരെ പോകാൻ സാവകാശമില്ലാത്ത വന്നുകൊണ്ട് മിലേത്തോസിൽ വെച്ച് ആളയച്ചിട്ട്
എഫെസോസ് സഭയിലെ മൂപ്പന്മാരെ, എൽഡേഴ്സിനെ വരുത്തി. അവർ അവൻ്റെ അടുക്കൽ വന്നപ്പോൾ അവൻ അവരോട് പറഞ്ഞു. അന്നേരം ആ 18-ാം വാക്യം മുതൽ താഴേക്ക് അപ്പോസ്തലനായ പൗലോസ് എഫെസോസ് സഭയിലെ മൂപ്പന്മാർക്ക് കൊടുക്കുന്ന വിടവാങ്ങൽ സന്ദേശമാണ്, ഫെയർവെൽ മെസ്സേജാണ്. അന്നേരം ആ മെസ്സേജ് കൊടുത്തു വരുമ്പോൾ 28-ാം വാക്യം നോക്കിയേ, നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയെ മേയ്പ്പാൻ. മൂപ്പന്മാരോട് പറയുകയാണ്, നിങ്ങളെ തന്നെ സൂക്ഷിക്കണം, പിന്നെ താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയെ മേയ്പ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിക്കുക. ശ്രദ്ധിക്കണം, മൂപ്പന്മാരോട് പറയുക, നിങ്ങൾ എന്ത് ചെയ്യണം? ആട്ടിൻകൂട്ടത്തെ മേയിക്കണം. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, പൊയ്മേൻ എന്നുള്ള നാമരൂപമാണ്. ആ നാമരൂപത്തിൻ്റെ ക്രിയാരൂപമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മൂപ്പന്മാരോട് പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ആടുകളെ, ആട്ടിൻകൂട്ടത്തെ മേയിക്കണം, ഇടയൻ്റെ ശുശ്രൂഷ ചെയ്യണമെന്നാണ് മൂപ്പന്മാരോട് പറയുക. നിങ്ങൾ ഇടയൻ്റെ ശുശ്രൂഷ ചെയ്യണം. നോക്കിയേ, അതേ വാക്യത്തിൻ്റെ പിന്നീട് പറഞ്ഞെന്താ? പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച. മൂപ്പന്മാരാരാ? മൂപ്പന്മാർ അധ്യക്ഷന്മാരാണ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന എപ്പിസ്കോപ്പോസ് എന്നുള്ള പദമാണ്. അന്നേരം മൂപ്പന്മാരെ വിളിച്ച് അവർക്ക് വിടവാങ്ങൽ സന്ദേശം നൽകുമ്പോൾ അവരോട് പറയുകയാണ്, നിങ്ങളെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ആട്ടിൻകൂട്ടത്തെ മേയിക്കേണ്ടവരാണ്, നിങ്ങൾ അധ്യക്ഷത ചെയ്യേണ്ടവരാണ്. അത് മൂപ്പന്മാർക്ക് ലഭിച്ചിരിക്കുന്ന ശുശ്രൂഷകളാണ് ആടുകളെ മേയ്ക്കുക, അധ്യക്ഷത ചെയ്യുക. ഓക്കെ, അന്നേരം അത് നമ്മൾ ബൈബിളിൽ നിന്ന് വ്യക്തമാണ്. ഇനി നമ്മൾ സാധാരണ പറയാറുണ്ട്, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നിന്ന് ഉപദേശം സ്ഥാപിക്കരുത് ചിലർ പറയാറുണ്ട്. കാരണം അതൊരു ട്രാൻസിഷൻ പീരീഡാണ്. ലേഖനത്തിലേക്ക് പോകാം. 1 പത്രോസ് 5-ാം അധ്യായം, 1 പത്രോസ് 5-ാം അധ്യായം വായിച്ചാട്ടെ. അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യം. എന്നിട്ടിവിടെ പത്രോസ് 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 5-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം അഭിസംബോധന ചെയ്തിരിക്കുന്നത് മൂപ്പന്മാരെയാണ്, നിങ്ങളിലുള്ള മൂപ്പന്മാരെ. എന്നിട്ട് പറയുകയാണ്, നോക്കിയേ അതിൻ്റെ 2-ാം വാക്യം, നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചോളുവേ. എന്നിട്ട് മൂപ്പന്മാരെന്ത് ചെയ്യണം? അവരെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ആട്ടിൻകൂട്ടത്തെ മേയിക്കേണ്ടവരാണ്, നിങ്ങൾ ഇടയ ശുശ്രൂഷ ചെയ്യേണ്ടവരാണ്. എന്നിട്ട് വായിക്കുന്നത് 3-ാം വാക്യം നോക്കിയേ, അല്ലെങ്കിൽ അടുത്ത ഭാഗം, നിർബന്ധത്താലല്ല, ദൈവത്തിന് ഹിതമാമണ്ണം മനഃപൂർവമായും ദുരാഗ്രഹത്തോടെയല്ല, ഉന്മേഷത്തോടെയും ഇടവകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, ആട്ടിൻകൂട്ടത്തിന് മാതൃകകളായി തീർന്നുകൊണ്ടും അധ്യക്ഷത ചെയ്യുക. മൂപ്പന്മാരെ നിങ്ങൾ എന്ത് ചെയ്യണം? അധ്യക്ഷത ചെയ്യുക. ആട്ടിൻകൂട്ടത്തിന് മാതൃകകളായി നിങ്ങൾ അധ്യക്ഷത ചെയ്യുക. എന്നിട്ട് മൂപ്പന്മാരോട് പറയുകയാണ്, നിങ്ങൾ ആടുകളെ മേയിക്കണം, നിങ്ങൾ അധ്യക്ഷത ചെയ്യണം. പിന്നെ വചനം നമ്മെ ഓർപ്പിക്കുന്നത് മൂപ്പൻ, അധ്യക്ഷൻ, ഇടയൻ, ഇത് 3 വ്യത്യസ്ത ഗ്രേഡിലുള്ള സ്ഥാനങ്ങളല്ല, അത് മൂപ്പന്മാർക്ക് ലഭിച്ചിരിക്കുന്ന ശുശ്രൂഷകളാണ്. അവർ ആടുകളെ മേയിക്കണം, അവർ അധ്യക്ഷത ചെയ്യണം. അന്നേരം ഒരു ചോദ്യം വരും, നമ്മളിതിൽ ഏത് ടൈറ്റിലാണ് ഉപയോഗിക്കേണ്ടത്? നമ്മൾ പുതിയ നിയമം പരിശോധിച്ച് കഴിഞ്ഞാൽ പുതിയ നിയമത്തിൽ സഭാപരിപാലനത്തോട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളിലൊക്കെ അഡ്രസ്സ് ചെയ്തിരിക്കുന്നത്, അഭിസംബോധന ചെയ്തിരിക്കുന്നതെല്ലാം മൂപ്പന്മാരെ എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ അത് അവരുടെ സ്ഥാനപ്പേരാണ്. അവരുടെ സ്ഥാനപ്പേര് എൽഡർ എന്നുള്ളതാണ്. മറ്റ് 2 പദങ്ങൾ എന്തിനെ കാണിക്കുന്നു? അവർക്ക് ലഭിച്ചിരിക്കുന്ന ശുശ്രൂഷയെ കാണിക്കുന്നു. എന്തുകൊണ്ട് മൂപ്പൻ എന്നുള്ള പദം ബ്രദറൻ സഭകളിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തരം അതാണ്. ബൈബിളിൽ സഭാപരിപാലനത്തോട് ബന്ധപ്പെട്ട് അതിൻ്റെ ആൾക്കാരെ അഡ്രസ്സ് ചെയ്യുമ്പോൾ, അഭിസംബോധന ചെയ്യുമ്പോൾ 99% ഭാഗങ്ങളിലും ഉപയോഗിച്ചിരിക്കുന്ന പദം എൽഡർ, മൂപ്പൻ എന്നാണ്. 2-ാമത്തെ വിഷയം, എന്തുകൊണ്ട് ബിഷപ്പ് അല്ലെങ്കിൽ ഓവർസിയർ എന്ന പദം
ഉപയോഗിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഒറ്റ പ്രാവശ്യം മാത്രമേ സഭാപരിപാലനത്തിനുള്ളവരെ ബിഷപ്പ് അല്ലെ ഓവർസിയർ എന്ന് പറഞ്ഞ് അഡ്രസ്സ് ചെയ്തിട്ടുള്ളൂ. ഒറ്റ പ്രാവശ്യം. ഫിലിപ്പ് ലേഖനം 1:1. ഫിലിപ്പ് ലേഖനം 1:1 ഒറ്റ പ്രാവശ്യം മാത്രമേ അധ്യക്ഷന്മാർക്ക് അധ്യക്ഷനെന്ന് പറഞ്ഞ് അഭിസംബോധന ചെയ്തിട്ടുള്ളൂ. ഫിലിപ്പിയ സഭയിലെ അവർക്ക് വന്ദനം പറയുമ്പോൾ പറയുന്നുണ്ട് അധ്യക്ഷന്മാർ, ശുശ്രൂഷകന്മാർ. എഴുതുന്നത്. എന്നിട്ട് അവിടെ അവരെ ആ നിലയിൽ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. ആ ഒറ്റ പ്രാവശ്യം മാത്രമേ ഉള്ളൂ. ഇനി മൂന്നാമത്തെ വിഷയം, പാസ്റ്റർ എന്തുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല, ബ്രദറുകാരെന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ലെന്ന് ചോദിച്ചാൽ, പുതിയ നിയമത്തിൽ ഒറ്റ ഭാഗത്ത് പോലും സഭാപരിപാലനത്തിനുള്ളവരെ പാസ്റ്ററെ, ഇടയ എന്നും പറഞ്ഞ് അഭിസംബോധന ചെയ്തിട്ടില്ല. പുതിയ നിയമത്തിൽ ഒരു ഭാഗത്തും ഇടയ അല്ലെങ്കിൽ പാസ്റ്ററെ, ഷെപ്പേർഡ് എന്നും പറഞ്ഞ് സഭാപരിപാലനത്തിനുള്ളവരെ അഭിസംബോധന ചെയ്തിട്ടില്ല. ഒരു ഭാഗത്തും പാസ്റ്ററെ എന്നും പറഞ്ഞ് അഭിസംബോധന ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ നമ്മുടെ സഭകളിൽ ആ പദം ഉപയോഗിക്കാത്തത്. ഏത്? അതോരോ അവരുടെ കാഴ്ചപ്പാടനുസരിച്ച് അവരിട്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു, നമ്മൾ വചനത്തിൻ്റെ ഉപദേശമാണ്. പക്ഷെ ഞാൻ ഈ വിഷയത്തോട് ബന്ധപ്പെട്ട വചനത്തിൻ്റെ ഭാഗങ്ങളാണ് നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചത്. എന്നിട്ട് അതിനകത്തൊക്കെ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചാണ് ഞാൻ പറഞ്ഞത്. 99.9 ആ ഫിലിപ്പി ലേഖനം ഒഴിച്ച് ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ അഡ്രസ്സ് ചെയ്തിരിക്കുന്ന എൽഡേഴ്സ് എന്നാണ്. ഒരു ഭാഗത്ത് ബിഷപ്പ് അല്ലെങ്കിൽ അധ്യക്ഷൻ അല്ലെങ്കിൽ ഓവർസിയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ഭാഗത്ത് പാസ്റ്റർ എന്നും പറഞ്ഞ് അഭിസംബോധന ചെയ്തിട്ടില്ല. ഇടയനെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് കൃപാവരം സംബന്ധിച്ച് കൃപാവരം ലഭിച്ച വ്യക്തിയോടുള്ള ബന്ധത്തിലാണ് എഫേസ്യ ലേഖനം 4:11 പറഞ്ഞിരിക്കുന്നത്. ആരാ ഇടയൻ? സഭയുടെ ഇടയൻ ആരാ? സ്ഥലസഭയുടെ ഇടയൻ സർവാധികാരി കർത്താവാണ്. ഈ പാസ്റ്റർ, മൂപ്പൻ എന്ന് പറയുന്നത് കീഴിടയനാണ് എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ കീഴിൽ കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നവരാണ്. ഇപ്പം ഓരോ സഭാവിഭാഗങ്ങൾ തുടങ്ങിയപ്പോൾ അതിൻ്റെ അന്നത്തെ ലീഡേഴ്സിന് ലഭിച്ച കാഴ്ചപ്പാടനുസരിച്ച് അവർ വിളിച്ചു, അത് പിന്തുടരുന്നു. ഞാൻ പറഞ്ഞത് ബൈബിളിൻ്റെ രീതി അനുസരിച്ചുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ സമുദായ സഭകളിൽ ബിഷപ്പ്, പിന്നെ ഒരു അച്ഛനെന്ന് പറയും, ചിലയിടത്ത് ഫാദർ എന്ന് പറയും, ചിലയിടത്ത് പുരോഹിതൻ എന്ന് പറയും. മെത്രാൻ എന്ന് വിളിക്കുന്നത് അത് സാധാരണ ബിഷപ്പിനെക്കാട്ടിൽ കൂടിയ ആളിനെയാണ്. ഇല്ലില്ല, അത് വലിയ മെത്രാൻ ആരാ? കർത്താവാ. അത് ഓരോ സഭയ്ക്ക്, ഇപ്പം മർത്തോമാ സഭയ്ക്ക് മെത്രോപോലിത്ത, ഓർത്തഡോക്സ് സഭയ്ക്ക് കത്തോലിക്ക ബാവ, യാക്കോബാ സഭയ്ക്ക് പാത്രിയാർക്കീസ്, CSI സഭയ്ക്ക് മോഡറേറ്റർ, ഇവാഞ്ചലിക്കൽ സഭയ്ക്ക് പ്രിസൈഡിങ് ബിഷപ്പ്, പിന്നെ അങ്ങനെ ഓരോ കത്തോലിക്ക സഭയ്ക്ക് പോപ്പ്. അതൊക്കെ മനുഷ്യനുണ്ടാക്കിയ പേരുകളാണ്. ഇല്ല. ഇതാണ് സഭാപരിപാലനത്തോട് ബന്ധപ്പെട്ട പേരുകളും അതിൻ്റെ സൂചനകളും. ഓക്കെ, ഇനിയും ഈ മൂപ്പന്മാർക്ക് ലഭിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ, ഈ ഉത്തരവാദിത്തങ്ങൾ ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് ബൈബിളിൽ വന്നിരിക്കുന്ന ക്രമത്തിലാണ്. വിഷയത്തിൻ്റെ സീരിയസ്നെസ് അനുസരിച്ചല്ല, നമുക്ക് ഇതിനകത്ത് വന്നിരിക്കുന്ന ക്രമത്തിൽ നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായം 27 മുതൽ 30 വരെ. ആ കാലത്ത് യെരൂശലേമിൽ പ്രവാചകന്മാർ അന്ത്യോക്യയിലേക്ക് വന്ന് അവരിൽ അഗബോസ് എന്ന പേരുള്ളവൻ എഴുന്നേറ്റ് ലോകത്തിലൊക്കെ മഹാക്ഷാമമുണ്ടാകുമെന്ന് ആത്മാവിനാൽ പ്രവചിച്ചു. അത് ക്ലൗദ്യോസിന്റെ കാലത്ത് സംഭവിച്ചു. അപ്പോൾ യഹൂദ്യയിൽ പാർക്കുന്ന സഹോദരന്മാരുടെ ഉദരയ്ക്കായി പുരുഷന്മാരിൽ ഓരോരുത്തർ
പ്രാപ്തി പോലെ കൊടുത്തയപ്പാൻ നിശ്ചയിച്ചു. അവർ അത് നടത്തി. ബർന്നബാസിൻ്റെയും ശൗലിൻ്റെയും കയ്യിൽ മൂപ്പന്മാർക്ക് കൊടുത്തയച്ചു. അവിടെ ആ കാലയളവിൽ ഒരു ക്ഷാമമുണ്ടാകും എന്നുള്ള അറിയിപ്പ് കിട്ടിയതനുസരിച്ച് അവരെന്ത് ചെയ്തു? അന്ത്യോക്യയിലെ ദൈവമക്കൾ ഒരു കളക്ഷൻ എടുത്തിട്ട് അത് ബർന്നബാസിൻ്റെയും ശൗലിൻ്റെയും കയ്യിൽ ആർക്ക് കൊടുത്തയച്ചു? മൂപ്പന്മാർക്ക് കൊടുത്തയച്ചു. എന്നിട്ട് അവിടുത്തെ വിഷയം സ്ഥലം സഭയിലെ ഭൗതിക കാര്യങ്ങൾ മൂപ്പന്മാരുടെ മേൽനോട്ടത്തിൽ ശുശ്രൂഷകരിൽ കൂടെ നടത്തേണ്ടതാണ്. ഇവിടെ ശുശ്രൂഷകരെന്ന് പറഞ്ഞാൽ ഡീക്കൻസ്. സ്ഥലം സഭയിലെ ഭൗതിക കാര്യങ്ങൾ മൂപ്പന്മാരുടെ മേൽനോട്ടത്തിൽ ശുശ്രൂഷകരിലൂടെ ഡീക്കൻസിലൂടെ നടത്തേണ്ടതാണ്. അല്ല, അതിനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവർ. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായത്തിൽ അവിടെ ഒരു പ്രശ്നമുണ്ടായപ്പോൾ അപ്പോസ്തലന്മാർ പറഞ്ഞില്ലേ, നിങ്ങൾ 7 പേരെ സാക്ഷ്യമുള്ള പരിശുദ്ധാത്മാവ് നിറഞ്ഞ ആ 7 പേരെ തിരഞ്ഞെടുക്കുക, ഞങ്ങൾ അവരെ ശുശ്രൂഷയ്ക്കാക്കാം. അക്കൂട്ടത്തിലുള്ളതായിരുന്നു സ്തെഫാനോസ്, ഫിലിപ്പോസ്. പിന്നീട് നമ്മൾ ഫിലിപ്പി ലേഖനം വായിക്കുമ്പോൾ 1-ാം അധ്യായത്തിൽ അവിടെ അധ്യക്ഷന്മാരോടുകൂടെ പറയുന്നുണ്ട് ശുശ്രൂഷകന്മാർ. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം ഡിയാക്കനോസ്. അവിടുത്തെ കുറിപ്പ് സ്ഥലം സഭയിലെ ശുശ്രൂഷകന്മാരിലൂടെ നടത്തപ്പെടേണ്ടതാണ്. ശുശ്രൂഷകന്മാരെന്ന് പറഞ്ഞാൽ ഡീക്കന്മാരിലൂടെ നടത്തപ്പെടേണ്ടതാണ്. നമ്മൾ ഈ ശുശ്രൂഷകന്മാർ, ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ ആരംഭം അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായത്തിലാണ്. അവിടെ ആദിമസഭയിൽ, യെരൂശലേം സഭയിൽ ഒരു പ്രശ്നമുണ്ടായി. അവിടെ അന്ന് യഹൂദ ക്രിസ്ത്യാനികൾ മാത്രമേ ഉള്ളൂ. എബ്രായ ഭാഷ സംസാരിക്കുന്ന യഹൂദ ക്രിസ്ത്യാനികളും ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്ന യഹൂദ ക്രിസ്ത്യാനികളും തമ്മിൽ പ്രശ്നമുണ്ടായി. പ്രശ്നമെന്ന് പറഞ്ഞാൽ കംപ്ലൈൻറ്റ് കൊണ്ടുവന്നത് ഗ്രീക്ക് സംസാരിക്കുന്നവരാണ്. ഞങ്ങളുടെ വിധവമാരെ ഭക്ഷണ ശുശ്രൂഷയിൽ അവഗണിക്കുന്നു. അന്നേരം അപ്പോസ്തലന്മാർ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യുക, 7 പേരെ സെലക്ട് ചെയ്യുക, ഞങ്ങൾ അവരെ ചുമതലയിലാക്കാം. എന്നിട്ട് അതാണ് ആ ഡീക്കൻ ശുശ്രൂഷയുടെ ആരംഭം. പിന്നീട് നമ്മൾ ഫിലിപ്പി ലേഖനത്തിൽ കാണുന്നുണ്ട്, മൂപ്പൻ അധ്യക്ഷന്മാരോടുകൂടെ ആരുണ്ട്? ശുശ്രൂഷകന്മാരുണ്ട്. 1 തിമോത്തിയോസ് 3-ാം അധ്യായത്തിൽ മൂപ്പന്മാരുടെ യോഗ്യത പറഞ്ഞിട്ട് അല്ല, അവിടെ ഡീക്കൻ എന്ന് പറഞ്ഞ സമുദായ സഭകളിലെയൊക്കെ നമ്മൾ കപ്പിയാരാണ് ഡീക്കൻ പിന്നെ ചെയ്യുന്നത്. നമ്മൾ മർത്തോം പള്ളിയിലൊക്കെ നമ്മൾ കല്യാണത്തിന് മുമ്പ് കണ്ടിട്ടില്ലയോ, അച്ഛന്മാർ വായിക്കുന്നതിൻ്റെ കൂടെ സാധാരണ വേഷത്തിൽ ഒരാൾ വായിക്കത്തില്ലയോ, അത് കപ്പിയാരാ, അത് ശുശ്രൂഷകനാണ്. ഓരോ സ്ഥലം സഭയിലും മൂപ്പന്മാരോടൊപ്പം തന്നെ ശുശ്രൂഷകരും ഉണ്ടായിരിക്കണം. ആ ശുശ്രൂഷകന്മാരുടെ ഉത്തരവാദിത്വമാണ് ഭൗതിക കാര്യങ്ങൾ, പണസംബന്ധമായ കാര്യങ്ങൾ, പിന്നെ അതിൻ്റെ ക്രമീകരണങ്ങൾ എല്ലാം ചെയ്യേണ്ടത് ശുശ്രൂഷകന്മാരാണ്. പക്ഷേ അവർക്ക് സ്വതന്ത്രമായിട്ട് ചെയ്യാനുള്ള അധികാരമില്ല. അത് മൂപ്പന്മാരുടെ മേൽനോട്ടത്തിൽ നടത്തപ്പെടേണ്ടത്. അതാണ് ഞാനിവിടെ പറഞ്ഞത്. ഒരു സ്ഥലസഭയിലെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ മൂപ്പന്മാരുടെ മേൽനോട്ടത്തിൽ ശുശ്രൂഷകരിലൂടെ നടത്തപ്പെടേണ്ടതാണ്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് 15-ാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായം 6-ാമത്തെ വാക്യം, 6-7. ഈ സംഗതിയെക്കുറിച്ച് വിചാരിപ്പാൻ അപ്പോസ്തലന്മാരും മൂപ്പന്മാരും വന്നുകൂടി. വളരെ തർക്കമുണ്ടായ ശേഷം പത്രോസ് എഴുന്നേറ്റ് അവരോട് പറഞ്ഞു. മതി. എന്നിട്ട് ഈ അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിൽ അവിടെ അന്ത്യോക്യ സഭയിൽ ഒരു കൂട്ടം ആൾക്കാർ വന്നിട്ട് പറഞ്ഞു. അന്ത്യോക്യ സഭ കൂടുതലും ജാതികളിൽ നിന്നുള്ള വിശ്വാസികളുള്ളതാണ്. എന്നിട്ട് അവിടെ നമ്മൾ വായിക്കുന്നു, 1-ാം വാക്യം, യഹൂദ്യയിൽ നിന്ന് ചിലർ വന്നു, നിങ്ങൾ മോശ കൽപ്പിച്ച ആചാരമനുസരിച്ച് പരിച്ഛേദന ഏൽക്കാഞ്ഞാൽ രക്ഷ പ്രാപിപ്പാൻ കഴിയുകയില്ല. എന്നാൽ ഈ യഹൂദ ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിൽ തീവ്ര വിഭാഗക്കാർ, അവർ ഈ ജാതികളെ ഉൾക്കൊള്ളാൻ മനസ്സുള്ളവരല്ല. അതുകൊണ്ട് അവർ പറഞ്ഞു, ജാതികൾ എന്ത് ചെയ്യണം? അവർ പരിച്ഛേദന ഏൽക്കണം. എന്നാൽ ഈ വസ്തുത അന്ത്യോക്യ സഭയിൽ വന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒരു പ്രശ്നമായി. അന്നേരം അവർ
ഈ വിഷയം ചർച്ച ചെയ്യാനായിട്ട് എവിടെ വന്നു? യെരൂശലേമിൽ വന്നു. യെരൂശലേമിൽ അപ്പോസ്തലന്മാരുടെയും അവിടുത്തെ സഭയിലെ മൂപ്പന്മാരുടെ അടുക്കൽ വന്ന് ഈ വിവരമൊക്കെ പറഞ്ഞ് നമ്മൾ 6-ാം വാക്യത്തിൽ വായിച്ചത്, ഈ സംഗതിയെക്കുറിച്ച് വിചാരിപ്പാൻ അപ്പോസ്തലന്മാരും മൂപ്പന്മാരും വന്ന് കൂടി. എന്നിട്ട് ആ വിഷയം അവർ ചർച്ച ചെയ്തു. അവിടെ പൗലോസ് സംസാരിച്ചു, ബർന്നബാസ് സംസാരിച്ചു, പത്രോസ് പറഞ്ഞു. എന്നിട്ട് ഇതിൻ്റെ എല്ലാം ഡിസ്കഷൻ കഴിഞ്ഞതിൻ്റെ ഫൈനൽ കൺക്ലൂഷൻ പറഞ്ഞത് യെരൂശലേം സഭയിലെ മൂപ്പന്മാരിൽ ഒരാളായ യാക്കോബ്, യേശുക്രിസ്തുവിൻ്റെ സഹോദരനായ യാക്കോബാണ് അതിൻ്റെ ആ ഫൈനൽ തീരുമാനം പറഞ്ഞു. നോക്കി അതിൻ്റെ 13-ാം വാക്യം അവർ പറഞ്ഞു നിർത്തിയ ശേഷം യാക്കോബ് ഉത്തരം പറഞ്ഞത്. എന്നിട്ട് അതിൻ്റെ വിശദീകരണം താൻ അവിടെ നൽകുന്നുണ്ട്. അതിനുശേഷം അവർ ഒരു തീരുമാനമെടുത്ത് പറഞ്ഞത്, ജാതികളിൽ നിന്ന് വന്നവർ പരിച്ഛേദന ഏൽക്കേണ്ട ആവശ്യം ഇല്ല. എന്നിട്ട് ഒരു രേഖയാക്കി, ഒരു എഴുത്താക്കി ജാതികളിൽ നിന്നുള്ള വിശ്വാസികളുള്ള എല്ലായിടത്തും അവർ എത്തിച്ചു. എന്നിട്ട് ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ, സഭയിൽ ഉപദേശപരമായ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ വചനപ്രകാരം അത് പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം മൂപ്പന്മാരുടേതാണ്. ദൈവസഭയിൽ ഉപദേശപരമായ വിഷയങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അത് വചനപരമായി പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം മൂപ്പന്മാരുടേതാണ്. ഓക്കെ, എന്നാൽ അതാണ് 2-ാമത്തെ കുറിപ്പ്. ഓക്കെ, എന്നാൽ ഈ ഭാഗം 15-ാം അധ്യായം ചിലർ തെറ്റായിട്ട് വിശദീകരിക്കാറുണ്ട്. ഈ ഹെഡ് ഓഫീസുള്ള സഭകൾ, ഇപ്പം ഓർത്തഡോക്സ് സഭയുടെ ഹെഡ് ഓഫീസ് കോട്ടയത്താണ്, ദേവലോകം. മർത്തോമ സഭയുടെ ഹെഡ് ഓഫീസ് തിരുവല്ല. ബിലീവേഴ്സ് ചർച്ചിൻ്റെ ഹെഡ് ഓഫീസ് തിരുവല്ല. പിന്നെ CSIയുടെ കോട്ടയം അല്ലേ, കേരളത്തിലെ. പിന്നെ റോമിൽ, വത്തിക്കാൻ എന്ന് പറഞ്ഞതിൻ്റെ കൂട്ട് ഈ ഹെഡ് ഓഫീസുള്ള സഭകളൊക്കെ ഒരു സെൻട്രലൈസ്ഡ് ലീഡർഷിപ്പിന് വേണ്ടി ആഗ്രഹിക്കുന്ന സഭകളൊക്കെ അതിനുള്ള അവരുടെ തെളിവെടുക്കുന്നത് ഈ അധ്യായത്തിൽ നിന്ന്, 15-ാം അധ്യായത്തിൽ. എന്താ ഞാൻ പറയാം. അന്നേരം അന്ത്യോക്യയിൽ ഒരു പ്രശ്നമുണ്ടായി. അന്ത്യോക്യയിലുള്ള ഒരു പ്രശ്നമുണ്ടായപ്പോൾ അത് അന്ത്യോക്യയിൽ പരിഹരിക്കാൻ പറ്റാതെ അവരെവിടെ വന്നാണ് പരിഹരിച്ചേ? ഹെഡ് ഓഫീസായ യെരൂശലേമിൽ വന്ന് ആ കാര്യം റിപ്പോർട്ട് ചെയ്ത് ആ കാര്യം ചർച്ച ചെയ്ത് പരിഹരിച്ചു. അത് സെൻട്രലൈസ്ഡ് കേന്ദ്രീകൃത ഭരണ വ്യവസ്ഥയ്ക്ക് തെളിവാണെന്ന് വാദിക്കുന്നവരുണ്ട്. അതിൻ്റെ തെളിവല്ല. എന്തിനാണ് അന്ത്യോക്യയിലുള്ളവർ യെരൂശലേമിൽ പോയത്? 1-ാം വാക്യത്തിൽ അതിൻ്റെ ഉത്തരവുണ്ട്. എന്താ? യഹൂദ്യയിൽ നിന്ന് ചിലർ വന്നു. ഈ ദുരുപദേശം പഠിപ്പിക്കാൻ വന്നവർ എവിടുന്ന് വന്നവരാ? യെരൂശലേം സഭയിൽ നിന്ന് വന്നവരാ. ഇപ്പം ഞാൻ മാവേലിക്കര സഭയിലുള്ള എനിക്ക് കൊട്ടാരക്കര സഭയിലുള്ള ഒരു സഹോദരൻ്റെ നേരെ അച്ചടക്ക നടപടിയെടുക്കാൻ ഒക്കുമോ? ഇല്ല. അത് കൊട്ടാരക്കര സഭയിലെ ചുമതലപ്പെട്ടവരെടുക്കേണ്ട ഉത്തരവാദിത്വമാണ്. 15-ന്റെ 1. യഹൂദ്യയിൽ നിന്ന് ചിലർ വന്നു. ഈ ദുരുപദേശം പഠിപ്പിച്ചവർ എവിടെ നിന്ന് വന്നവരാ? യഹൂദ്യയിൽ നിന്ന് വന്നവരാ, യെരൂശലേമിൽ നിന്ന് വന്നവരാ. എന്നിട്ട് ഇവരിവിടെ ചെന്നു. ഈ പ്രശ്നം പരിഹരിക്കാൻ യെരൂശലേമിൽ ചെന്ന് ഈ വിവരം പറയാൻ ചെന്നപ്പോൾ അതുവരെ മൗനമായിട്ടിരുന്നവർ പബ്ലിക്കായിട്ടത് പറഞ്ഞു. നോക്കിയേ അതിൻ്റെ 4-ാം വാക്യം നോക്കിയേ. അവർ യെരൂശലേമിൽ എത്തിയാറെ സഭയും അപ്പോസ്തലന്മാരും മൂപ്പന്മാരും അവരെ കൈക്കൊണ്ടു. ദൈവം തങ്ങളോടുകൂടെ ഇരുന്ന് ചെയ്തതൊക്കെയും അവർ അറിയിച്ചു. എന്നാൽ പരീശപക്ഷത്തിൽ നിന്ന് വിശ്വസിച്ചവർ ചിലർ എഴുന്നേറ്റ് അവരെ പരിച്ഛേദന കഴിപ്പിക്കുകയും മോശയുടെ ന്യായപ്രമാണം ആചരിപ്പാൻ കൽപ്പിക്കുകയും വേണമെന്ന് പറഞ്ഞു. അതുവരെ അവർ പല സ്ഥലങ്ങളിൽ പോയി പറഞ്ഞതേ ഉള്ളൂ. ഇത് പരിഹരിക്കാൻ വന്ന സമയത്ത് അവർ പബ്ലിക്കായിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞു. എന്നിട്ടാണ് നമ്മൾ വായിക്കുന്നത്, ഈ സംഗതിയെക്കുറിച്ച് വിചാരിപ്പാൻ അപ്പോസ്തലന്മാരും മൂപ്പന്മാരും വന്ന് കൂടി. യെരൂശലേം സഭയിൽ അന്ന് അവിടെയുള്ള മൂപ്പന്മാരും അപ്പോസ്തലന്മാരും അവിടെ ഉണ്ട്. അവരും വന്ന് കൂടി ആ കാര്യം ചർച്ച ചെയ്തിട്ട് ആ തീരുമാനം ഒരു രേഖയാക്കി അയക്കുന്നത് നമുക്കൊന്ന് വായിക്കാം. നോക്കിയേ, അതിൻ്റെ 23-ാമത്തെ വാക്യം. അവരുടെ കൈവശം എഴുതി അയച്ചെന്തെന്നാൽ അപ്പോസ്തലന്മാരും മൂപ്പന്മാരായ സഹോദരന്മാരും, അത് ഫ്രം ആണ്, അപ്പോസ്തലന്മാരും മൂപ്പന്മാരുമായ സഹോദരന്മാരും. പിന്നെ 2, അന്ത്യോക്യയിലും സുറിയായിലും കിലിക്യയിലും ജാതികളിൽ നിന്ന് ചേർന്ന സഹോദരന്മാർക്ക് വന്ദനം. അടുത്ത വാക്യം നോക്കിയേ. ഞങ്ങൾ കൽപ്പന കൊടുക്കാതെ ചിലർ ഞങ്ങളുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട് നിങ്ങളെ വാക്കുകളാൽ
ഭ്രമിപ്പിച്ച് നിങ്ങളുടെ ഹൃദയങ്ങളെ കലക്കിക്കളഞ്ഞുവെന്ന് കേൾക്കൊണ്ട് ഞങ്ങൾ ചില പുരുഷന്മാരെ തിരഞ്ഞെടുത്ത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിന് വേണ്ടി പ്രാണത്യാഗം ചെയ്തവരായ നമ്മുടെ പ്രിയ ബർന്നബാസോടും പൗലോസോടും കൂടെ നിങ്ങളുടെ അടുക്കൽ അയക്കണമെന്ന് ഒരുമനപ്പെട്ട് നിശ്ചയിച്ചു. എന്നിട്ട് അതിൻ്റെ 28-ാം വാക്യം, വിഗ്രഹാർപ്പിതം, രക്തം, ശ്വാസം മുട്ടിച്ചത്തത്ത്, പരസംഗം എന്നിവ വർദ്ധിക്കുന്നത് ആവശ്യമെന്നല്ലാതെ അധികമായ ഭാരമൊന്നും നിങ്ങളുടെ മേൽ ചുമത്തരുത് എന്ന് പരിശുദ്ധാത്മാവിന് ഞങ്ങൾക്കും തോന്നിയിരിക്കുന്നു. ഇവ വർദ്ധിച്ച് സൂക്ഷിച്ചുകൊണ്ടാൽ നാം ശുഭമായിരുന്നു. ആ കത്തയക്കുമ്പം പറയുന്നതാണ്, ഞങ്ങളുടെ ഇടയിൽ നിന്ന് ചിലർ വന്ന്, ഞങ്ങൾ അയക്കാതെ ചിലർ വന്ന് ചില ഉപദേശം പഠിപ്പിച്ചു. അത് ക്ലിയർ ചെയ്യുകയാണ്. യെരൂശലേം ഹെഡ് ഓഫീസ് ആയതുകൊണ്ടല്ല അന്ത്യോക്യക്കാർ യെരൂശലേമിൽ വന്നത്. ദുരുപദേഷ്ടാക്കന്മാർ പോയത് യെരൂശലേം സഭയിലായതുകൊണ്ടാണ് അവിടേക്ക്. നമ്മളന്നേരം 1 കഴിഞ്ഞ് 2 കഴിഞ്ഞു. 3-ാമത്തെ പോയിന്റ് 20-ാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം 28-ാം വാക്യം. നിങ്ങളെ തന്നെ താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയെ മേയ്പ്പാൻ മൂപ്പന്മാർ ഇടയന്മാരായതുകൊണ്ട് ആട്ടിൻകൂട്ടത്തെ നടത്തേണ്ടവരാണ്. അപ്പോസ്തല പ്രവൃത്തി 20-28. അവിടെ മൂപ്പന്മാർ ഇടയന്മാരായതുകൊണ്ട് അവർ ആട്ടിൻകൂട്ടത്തെ നയിക്കേണ്ടവരാണ്. ഇടയന്മാരുടെ ശുശ്രൂഷകൾ എന്തൊക്കെയാ? ആടുകൾക്ക് സമയത്ത് ഭക്ഷണം കൊടുക്കണം. 2, ആടുകളെ സംരക്ഷിക്കണം. 3, ആടുകളെ ശിക്ഷിക്കണം. 1, സമയാസമയത്ത് ആടുകൾക്ക് ഭക്ഷണം കൊടുക്കണം. മൂപ്പന്മാർ ഇടയ ശുശ്രൂഷ ചെയ്യേണ്ടവരാണ്. അവർ വചനപരമായിട്ടുള്ള ആത്മീയ ഭക്ഷണം നൽകേണ്ടവരാണ്. 2, ദുരുപദേഷ്ടാക്കന്മാരിൽ നിന്ന് ആടുകളെ, ആട്ടിൻകൂട്ടത്തെ സംരക്ഷിക്കേണ്ടവരാണ്. 3, ആട്ടിൻകൂട്ടത്തെ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കേണ്ടവരാണ്. മൂപ്പൻ ശിക്ഷിച്ചാൽ, ആടിനെ ശിക്ഷിച്ചാൽ ആ കൂട്ടത്തിൽ വേറെ കൂട്ടത്തോട്ട് പോകുന്നതിന് നിരോധനം എന്ത് പറയുന്നു? അല്ല, അതാ ഇപ്പം ഒരു IPC കൊട്ടാരക്കരയിൽ നിന്ന് ഒരാളെ ശിക്ഷിച്ചാൽ തൃക്കണ്ണമംഗലം എടുക്കത്തില്ല, എടുക്കാനൊക്കത്തില്ല. അവർ തൃക്കണ്ണമംഗൽ IPCക്കാരെടുക്കത്തില്ല. അസംബ്ലീസ് ഓഫ് ഗോഡിൽ നിന്ന് ഇവിടുന്ന് മുടക്കിയാൽ മൈലത്തുള്ളവരെടുക്കത്തില്ല. എറണാകുളത്ത് പോയാലും സാധാരണഗതിയിൽ അവർ അന്വേഷിക്കും. നമ്മുടെ ഇടയിൽ ഒരാൾ ഒരു ദുരുപദേശം, തൃത്വോപദേശത്തിനെതിരെ പറഞ്ഞു. മൂപ്പന്മാർക്കൊക്കെ ഭയം തീരുമാനമെടുക്കാൻ. അന്ന് ആത്മപ്രകാശിനി ഒരു സമ്മേളനം നടത്തി ഈ വിഷയത്തിൽ കാര്യങ്ങളൊക്കെ പ്രസൻറ്റ് ചെയ്ത് പിന്നീട് ആ മൂപ്പനെ ചിന്തിച്ചത് വലിയ സഭ പടരുമെന്നുള്ള നിലയിൽ ആ നടപടി എടുക്കാതിരുന്നു. പിന്നീട് നടപടിയെടുത്തു, ആ ആളിനെ പുറത്താക്കി. അടുത്ത ആഴ്ച അടുത്ത സഭയെ പുള്ളി ആരാധിച്ചു. എന്നിട്ട് അവിടുത്തെ മൂപ്പൻ പുള്ളിക്ക് കർശനമായിട്ട് നിർദ്ദേശമൊക്കെ കൊടുത്തു, ഇവിടെ അനക്കിയേക്കരുത്, ഇവിടെ ഇരുന്നോണം, തിന്നോണം, പൊക്കോണം. വിശ്വാസികളുടെ ഓണമാണ്. വന്നോണം, തിന്നോണം, വന്നോണം, ഇരുന്നോണം, തിന്നോണം, കേട്ടോണം, പൊക്കോണം എന്ന് പുള്ളിക്ക് നിർദ്ദേശം കൊടുത്തു. 2-3 വർഷം പുള്ളി മിണ്ടാതിരുന്നു. ആ നിർദ്ദേശം കൊടുത്ത ആൾ മരിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി തുടങ്ങി. ആ സഭയിൽ ചെറുപ്പക്കാരായിട്ടുള്ള വിശ്വാസികളായിട്ട് ആണുങ്ങളെല്ലാം വെളിയിലായിരുന്നു. ഇവർ 2 ആണുങ്ങളുള്ളായിരുന്നു. ബാക്കിയെല്ലാം അമ്മച്ചിമാരും സഹോദരിമാരുമാണ്. ഇദ്ദേഹം പ്രസംഗിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ സഹോദരിമാരെല്ലാം കൂടെ ഒരു മുടക്ക് നോട്ടീസും കൊടുത്തു. പുള്ളി ഹോള് പൂട്ടിയിട്ടിട്ട് പുള്ളിയോട് പറഞ്ഞു, ഇങ്ങോട്ട് വരണ്ട. എന്നിട്ട് 2-3 ആഴ്ച ഹോളും പൂട്ടിയിട്ട് ഇനിയും പ്രശ്നം ഉണ്ടാക്കാൻ പുള്ളി വരുമെന്ന് കരുതി പൂട്ടിയിട്ടു. പിന്നെ പുള്ളി വേറെ ഏതൊരു സഭയിലങ്ങ് പോയി. അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു സഭ മുടക്കി കഴിഞ്ഞാൽ അങ്ങനെയുള്ളവരെ അടുത്ത സഭ സ്വീകരിക്കരുത്. നമ്മൾ വിദേശത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു സഭയുടെ കൺവെൻഷൻ ലെറ്റർ വേണം. ഇവിടെ അതില്ല, സിസ്റ്റം ഇല്ല. ഇല്ല, അതൊക്കെ പലയിടത്തും സ്വന്തക്കാർ, കുടുംബക്കാർ, പിന്നെ പണക്കാർ, പല മാനദണ്ഡങ്ങൾ വരുമ്പം വചനം പലരും അവഗണിക്കാറുണ്ട്. ഓക്കെ. അന്നേരം ഇടയന്മാർ ആളുകൾക്ക് ഭക്ഷണം ആത്മീയ ഭക്ഷണം നൽകേണ്ടതാണ്, സംരക്ഷിക്കേണ്ടവരാണ്, ശിക്ഷിക്കേണ്ടവരാണ്. ഓക്കെ. അതേ വാക്യത്തിൽ തന്നെ അധ്യക്ഷന്മാരാണ്. മൂപ്പന്മാർ
അധ്യക്ഷന്മാരാണ്. എന്ന് പറഞ്ഞാൽ എന്താ? സഭായോഗം മാനുഷികമായി ദൈവത്തിൻ്റെ പ്രവർത്തനമുണ്ടെങ്കിലും സഭയുടെ എല്ലാ ശുശ്രൂഷകളും നിയന്ത്രിക്കേണ്ട ഉത്തരവാദിത്വം മൂപ്പന്മാരുടെ ഉത്തരവാദിത്വമാണ്. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ, ദൈവസഹായത്തോടെ സഭയുടെ ശുശ്രൂഷകൾ നിയന്ത്രിക്കേണ്ട, അധ്യക്ഷത ചെയ്യേണ്ട ഉത്തരവാദിത്വം മൂപ്പന്മാരുടെ ഉത്തരവാദിത്വമാണ്. ഇവിടെ പറഞ്ഞിട്ടില്ലയോ, പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച. എന്നിട്ട് നിയമിക്കുന്നത് പരിശുദ്ധാത്മാവാണ്, എന്നാൽ അത് മനസ്സിലാക്കി ചൂണ്ടിക്കാണിക്കുന്നത് സഭയിലെ എക്സിസ്റ്റിംഗ് മൂപ്പന്മാരായിരിക്കും. പുതിയ സഭയാണെങ്കിൽ അതിൻ്റെ സ്ഥാപനത്തിൽ ഏർപ്പെട്ട ദൈവദാസന്മാരായിരിക്കും. ഓക്കെ, ഇനി അതേ അധ്യായം തന്നെ അടുത്ത പോയിന്റ് അപ്പോസ്തല പ്രവൃത്തി 20-ന്റെ 29-30. അപ്പോസ്തല പ്രവൃത്തി 20-ന്റെ ആട്ടിൻകുപ്പത്തിൽ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കുമെന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാനായി വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കും. അതുകൊണ്ട് ഉണർന്നിരിക്കും. ഞാൻ 3 സംവത്സരം രാപ്പോ എഴുതാതെ കണ്ണുനീർ വായിക്കുന്നുണ്ട്. ഓരോരുത്തരും ബുദ്ധി പറഞ്ഞത് ഓർത്തുകൊള്ളി. മതി. എന്നിട്ട് ഇവിടെ പൗലോസ് മൂപ്പന്മാരോട് പറയുന്നത് എന്താ? ദൈവസഭയ്ക്ക് വെളിയിൽ നിന്ന് ദുരുപദേഷ്ടാക്കന്മാരും അകത്തു നിന്ന് പുതിയ നവീനോപദേശവുമായി വിപരീതോപദേശവുമായിട്ട് ആൾക്കാർ എഴുന്നേൽക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദൈവസഭയെ അങ്ങനെയുള്ളവരിൽ നിന്ന് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം മൂപ്പന്മാരുടെ ഉത്തരവാദിത്വം. ഓക്കെ, ഇനിയും നമുക്ക് അടുത്തത് ഗലാത്യ ലേഖനം 6-1. സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വെള്ളക്കെട്ടിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീയരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവിൻ. നീയും പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. അന്നേരം തെറ്റിലകപ്പെട്ട വിശ്വാസികളെ യഥാസ്ഥാനപ്പെടുത്താനുള്ള ശുശ്രൂഷ മൂപ്പന്മാരുടെ ശുശ്രൂഷയാണ്. ഓക്കെ, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് നമ്മുടെ പല സഭകളിലും ശിക്ഷണ നടപടി എടുക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താ? ഒരുതിനെ എന്നേക്കുമായിട്ട് അടിച്ച് പുറത്താക്കാനാണ്. പക്ഷെ ഇവിടെ എന്താ പറയുന്നത്? തെറ്റിലകപ്പെട്ട വിശ്വാസികളെ യഥാസ്ഥാനപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം ശിക്ഷണ നടപടികളിലൂടെ യഥാസ്ഥാനപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം മൂപ്പന്മാരുടേതാണ്. വേറെ ശിക്ഷണ നടപടി എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞത് അതൊരാളെ പുറത്താക്കാനായിട്ടല്ല, എപ്പോഴും ശിക്ഷണ നടപടി ഒരാളെ നേടാനായിട്ടായിരിക്കും. ബോധ്യമാക്കി മാനസാന്തരപ്പെടാനായിട്ട് ഒരു അവസരം കൊടുത്ത് അത് മാനസാന്തരപ്പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ തിരികെ കൂട്ടായ്മയിലേക്ക് പ്രവേശിക്കണം. നമുക്കറിയാം 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ഒരുത്തിനെ പുറത്താക്കാൻ പറയുന്നുണ്ട്. എന്നാൽ 2-ാം ലേഖനം വരുമ്പോഴത്തേക്ക് അവൻ മാനസാന്തരപ്പെട്ടതുകൊണ്ട് തിരികെ കൂട്ടായ്മയിലേക്ക് പ്രവേശിപ്പിക്കാൻ പൗലോസ് നിർദ്ദേശം നൽകുന്നുണ്ട്. അടുത്ത പോയിന്റ് എഫേസ്യ ലേഖനം 4-11 മുതൽ 13 വരെ. 11 മുതൽ 13 വരെ. അവൻ ചിലരെ അപ്പോസ്തലന്മാരായി, ചിലരെ പ്രവാചകന്മാരായി, ചിലരെ സുവിശേഷകന്മാരായി, ചിലരെ ഇടയന്മാരായി, ഉപദേഷ്ടാക്കന്മാരായി നിയമിച്ചിരിക്കുന്നു. അത് നാം എല്ലാവരും വിശ്വാസത്തിനും ദൈവത്വത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിനുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീയ വർധനയ്ക്കുമാകുന്നു. ഓക്കെ, എന്നിട്ട് നമ്മളവിടെ വായിക്കുന്നു ഇടയൻ. എന്നിട്ട് മൂപ്പന്മാർ ഇടയന്മാരാണ്. എന്നിട്ട് അവരുടെ ഉത്തരവാദിത്വം എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? 13-ാം വാക്യം നോക്കി, വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനായുള്ള ശുശ്രൂഷയുടെ വേല എന്ന് പറഞ്ഞാൽ വിശ്വാസികളെ ആത്മീയ ശുശ്രൂഷയ്ക്ക് സജ്ജരാക്കുന്ന ഉത്തരവാദിത്വം, വിശ്വാസികളെ ആത്മീയ ശുശ്രൂഷയ്ക്ക് ഒരുക്കുന്ന ഉത്തരവാദിത്വം
മൂപ്പന്മാരുടെ ഉത്തരവാദിത്വമാണ്. മാത്രമല്ല അവരുടെ ദൈവസഭയുടെ ആത്മീയ വർധനവ്, ഒരു സ്ഥലസഭയിലെ വിശ്വാസികളുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി ശുശ്രൂഷിക്കേണ്ടത് മൂപ്പന്മാരാണ്. ആ രണ്ട് കാര്യങ്ങൾ നമുക്ക് ആ വാക്യത്തിൽ നിന്ന് പറയാം. വിശ്വാസികളെ ആത്മീയ ശുശ്രൂഷയ്ക്ക് ഒരുക്കുന്നതിനുള്ള ശുശ്രൂഷ അവർ ചെയ്യേണ്ടതാണ്. ദൈവസഭയുടെ ആത്മീയ വർധനയ്ക്ക് വേണ്ട ശുശ്രൂഷ അവർ ചെയ്യേണ്ടതാണ്. അടുത്തത് 1 തിമോത്തിയോസ് 3 രണ്ടാമത്തെ 1 തിമോത്തിയോസ് 3 2 വാക്യം. അധ്യക്ഷൻ നിരപവാദ്യനായ ഏകഭാര്യയുടെ ഭർത്താവും നിർമ്മതനും ജിതേന്ദ്രിയനും സുശീലനും അതിഥിപ്രിയനും ഉപദേശിപ്പാൻ സമർത്ഥനും ആയിരിക്കണം. അന്നേരം ദൈവവചനം പഠിപ്പിക്കുന്ന, ഉപദേശിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ടീച്ചിങ് ആണ്, ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്നത് ടീച്ചിങ് ആണ്. ദൈവവചനം പഠിപ്പിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം മൂപ്പന്മാർക്ക് ഉണ്ട്. അതിൽ അവർ സമർത്ഥനായിരിക്കും. നമ്മൾ ഈ 1 തിമോത്തിയോസ് 3 1 മുതലുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ മൂപ്പന്മാരുടെ യോഗ്യത പറഞ്ഞിരിക്കുന്നത് 1 വ്യക്തിപരമായ യോഗ്യത, 2 കുടുംബപരമായ യോഗ്യത, 3 സാമൂഹികമായ യോഗ്യത. ഈ യോഗ്യതകളിൽ ഒരു ടെക്നിക്കൽ ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിരിക്കുന്ന ഒറ്റ കാര്യമാണ്, ഹി ഷുഡ് ബി ഏബിൾ ടു ടീച്ച്. അവൻ ഉപദേശിപ്പാൻ സമർത്ഥനായിരിക്കണം. മൂപ്പന്മാരുടെ ശുശ്രൂഷയാണ് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുവാനുള്ള സാമർഥ്യം അവരിൽ ഉണ്ടായിരിക്കണം. അടുത്തത് 1 തിമോത്തിയോസ് 5:17. 1 തിമോത്തിയോസ് 5:17. നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ പ്രത്യേകം വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ തന്നെ ഇരട്ടി മാനത്തിന് യോഗ്യരായി ഇരുന്നതാ. അന്നേരം നന്നായി ഭരിക്കുന്ന മൂപ്പന്മാർ സഭാ ഭരണം നടത്തേണ്ടവരാണ്. പിന്നീട് നമ്മളിവിടെ കാണുന്ന അതേ വാക്യത്തിലുണ്ട്, വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിൽ വായിച്ചു കഴിഞ്ഞാൽ പ്രീച്ചിങ് ആൻഡ് ടീച്ചിങ്. അവർ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കേണ്ടവരാണ്, ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കേണ്ടവരാണ്. എന്നിട്ട് എന്താ പറയുന്നത്? ഇരട്ടി മാനത്തിന് യോഗ്യരാണ്. എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ്, മരിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുത് എന്ന് തിരുവെഴുത്ത് പറയുന്നു, വേലക്കാരൻ തൻ്റെ കൂലിക്ക് യോഗ്യനെന്നും ഉണ്ടല്ലോ. അതിൻ്റെ അർത്ഥം അറിയാവോ? ഇതേ കാര്യം തന്നെ 1 കൊരിന്ത്യർ 9 പൗലോസ് പറയുന്നുണ്ട്. അവിടെ സുവിശേഷകന്മാരെ കുറിച്ച് പറയുമ്പോൾ സുവിശേഷം അറിയിക്കുന്നവർ സുവിശേഷത്താൽ ജീവിക്കണം. അത് പറഞ്ഞു വരുമ്പോൾ പറയുന്ന ഇതേ വാക്യം തന്നെ പഴയ നിയമത്തിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട്. അവിടെ സുവിശേഷകന്മാർ സപ്പോർട്ട് ചെയ്യപ്പെടേണ്ടവരാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന മൂപ്പന്മാർ സപ്പോർട്ട് ചെയ്യപ്പെടേണ്ടവരാണ്. പഴയ നിയമത്തിൽ നിന്നുള്ള ഉദ്ധരണി ഇതേ വാക്യം തന്നെ, മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുതെന്നുള്ളത് 1 കൊരിന്ത്യർ 9 പൗലോസ് സുവിശേഷകന്മാർക്ക് കൊടുക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നുണ്ട്. അന്നേരം അതേ വാക്യം തന്നെ ഈ 18 വാക്യത്തിൽ 1 തിമോത്തിയോസ് 5:18 മൂപ്പന്മാരുടെ കാര്യം പറയുമ്പോൾ മൂപ്പന്മാർക്കും സാമ്പത്തിക സഹായം നൽകണമെന്നാണ് പറയുന്നത്. ഇത് പല ബ്രദറൻ സഭകളിലും ഒരു ബ്രദറൻ സഭയിലും പഠിപ്പിക്കുന്നില്ല. മൂപ്പന്മാർ സ്ഥലസഭയിൽ നിന്ന് സപ്പോർട്ട് ചെയ്യപ്പെടേണ്ടവരാണ്. പക്ഷേ ഇത് എത്രയോ സ്ഥലസഭകളിൽ, നമ്മുടെ കേരളത്തിൽ തന്നെ സഭയ്ക്ക് വേണ്ടി ഫുൾ ടൈം സഭയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്ന സുവിശേഷന്മാരല്ല, മൂപ്പന്മാരുണ്ട്. പക്ഷേ അവർക്കൊറ്റ പൈസ കൊടുക്കത്തുമില്ല. ഇഷ്ടം പോലെ പൈസ ഉള്ള ഉപദേശിമാർക്ക് പൈസ അതേ സമയത്ത് തന്നെ കൊടുക്കുകയും ചെയ്യും. വചനം വ്യക്തമായിട്ട് പറയുന്ന കാര്യമാണ്, സ്ഥലം സഭാ പരിപാലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ അവർ സാമ്പത്തിക സഹായത്തിന് അർഹരാണ്. നമ്മൾ സുവിശേഷന്മാർക്ക് കൊടുക്കുന്ന കാര്യം എല്ലാവരും പറയും, പിന്നെ പഠിപ്പിക്കുന്ന ഉപദേഷ്ടാക്കന്മാർക്ക് കൊടുക്കുന്ന കാര്യം എല്ലാവരും പറയും, പ്രയാസം അനുഭവിക്കുന്നവർക്ക് കൊടുക്കുന്ന കാര്യം പറയും. പക്ഷേ മൂപ്പന്മാർ കൊടുക്കുന്ന കാര്യം സാധാരണ
പറയാറില്ല. അത് പണ്ട് പറയാതിരുന്നതുകൊണ്ട് അത് പറയാതിരിക്കുക. പക്ഷെ വചനം പറയുന്ന കാര്യമാണ്. അടുത്ത റെഫറൻസ് തീത്തോസിന് എഴുതിയ ലേഖനം 1-ാം അധ്യായം 9-ാമത്തെ വാക്യം. തീത്തോസ് 1:9. നീതിമാനും നിർമ്മലനും വിജയത്തിനും പദ്യോപദേശത്താൽ പ്രബോധിപ്പാനും വിരോധികൾക്ക് ബോധം വരുത്തുന്നവനും ശക്തനാകേണ്ടതിന് ഉപദേശപ്രകാരമുള്ള വിശ്വാസവചനം ഉപദേശിക്കേണ്ടുന്നവനുമാകും. അവിടെ മൂപ്പന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. അവര് പഥ്യോപദേശത്താൽ പ്രബോധിപ്പിപ്പാനും വിരോധികൾക്ക് ബോധം വരുത്തുവാനും ശക്തനാകേണ്ടതിന് ഉപദേശപ്രകാരമുള്ള വിശ്വാസ്യ വചനം മുറുകെ പിടിക്കുന്നവനും ആയിരിക്കണം. മൂപ്പന്മാർ വചന നിശ്ചയമുള്ളവരായിരിക്കണം. ദുരുപദേശത്തെ ഖണ്ഡിക്കാനും അതിൻ്റെ സത്യം, അതിൻ്റെ യഥാർത്ഥ ഉപദേശം എന്താണെന്ന് തെളിയിക്കാനും കഴിവുള്ളവരായിരിക്കണം. അത് അവരുടെ ശുശ്രൂഷയായിട്ടാണ് ഇവിടെ പൗലോസ് പറയുന്നത്. ദുരുപദേശത്തെ ഖണ്ഡിക്കാനും പഥ്യോപദേശം സമർത്ഥിക്കാനും പ്രാപ്തിയുള്ളവനായിരിക്കണം ദൈവസഭയിലെ മൂപ്പന്മാർ. അടുത്ത വാക്യം ദുരുപദേശത്തെ ഖണ്ഡിക്കുന്നതിനും പഥ്യോപദേശം സമർത്ഥിക്കുന്നതിനും കഴിവുള്ളവനായിരിക്കണം സലം സഭയിലെ മൂപ്പന്മാർ. അടുത്ത വാക്യം എബ്രായ ലേഖനം 13:7. 13:7. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവീൻ. അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പിൻ. ഇത് വിശ്വാസികൾക്കുള്ളൊരു പ്രബോധനമാണ്. അന്നേരം അവിടുത്തെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ അവരുടെ വിശ്വാസികളോട് പറയുകയാണ്, നിങ്ങളെ നടത്തിയവരുടെ ജീവാവസാനം കണ്ട് നിങ്ങൾ അവരെ അനുകരിക്കണം. എന്നിട്ട് മൂപ്പന്മാരുടെ ഉത്തരവാദിത്വം എന്താ? വിശ്വാസികൾ മാതൃകയാക്കത്തക്ക നിലയിലുള്ള ഒരു ജീവിത ശൈലിയിൽ ജീവിക്കാനുള്ള ഉത്തരവാദിത്വം മൂപ്പന്മാർക്ക്. വിശ്വാസികൾ അനുകരിക്കത്തക്ക നിലയിലുള്ള ഒരു ജീവിത ശൈലിയിൽ ജീവിക്കേണ്ട ഉത്തരവാദിത്വം മൂപ്പന്മാർക്ക്. വിശ്വാസികൾ അനുകരിക്കത്തക്ക, മാതൃകയാക്കത്തക്ക നിലയിലുള്ള ഒരു ജീവിത ശൈലി രൂപപ്പെടുത്തേണ്ട, അല്ലെങ്കിൽ ആ ശൈലിയിൽ ജീവിക്കേണ്ട ഉത്തരവാദിത്വം മൂപ്പന്മാരുടെ ഉത്തരവാദിത്വമാണ്. അടുത്തത് എബ്രായർ 13:17. നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങുകയും. മൂപ്പന്മാർ എബ്രായർ 13:17. നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിക്കും. മൂപ്പന്മാർ വിശ്വാസികളെ നടത്തേണ്ടവരാണ്. ഓക്കെ, ഇനി അതിൻ്റെ 17-ാം വാക്യം നോക്കി. അവർ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കും. മൂപ്പന്മാർ വിശ്വാസികൾക്ക് വേണ്ടി, വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിക്കേണ്ടവരാണ്. മൂപ്പന്മാർ വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിക്കേണ്ടവരാണ്. അവിടാണ് മൂപ്പന്മാരും ശുശ്രൂഷകന്മാരും തമ്മിലുള്ള വ്യത്യാസം. മൂപ്പന്മാർ ആത്മാക്കളോട് ഇടപെടുമ്പോൾ ശുശ്രൂഷകന്മാർ വസ്തുക്കളോട് ഇടപെടും. മൂപ്പന്മാർ ആത്മീയമായ ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ ഡീക്കന്മാർ ഭൗതികമായ ശുശ്രൂഷകളിൽ ഏർപ്പെടും. അവർ തമ്മിലുള്ള വ്യത്യാസം. അടുത്തത് യാക്കോബ് 5-ാം അധ്യായം 14-ാം വാക്യം. നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ, അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അന്ന് എണ്ണ ഒരു മരുന്നായിരുന്നു. അവിടുത്തെ പ്രിൻസിപ്പിൾ എന്താ? ദൈവസഭയിലെ രോഗികളെ പോയി കണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഉത്തരവാദിത്വം മൂപ്പന്മാരുടെ ഉത്തരവാദിത്വമാണ്. ദൈവസഭയിലെ രോഗികളെ കണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഉത്തരവാദിത്വം മൂപ്പന്മാർക്ക് ഉണ്ട്. അടുത്ത 1 പത്രോസ് 5
2-ാം വാക്യം 5:2. ഈ 5-2, 3 വാക്യങ്ങൾ നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 20:28 ചേർത്ത് പറയാം. ആ കാര്യമെല്ലാം ഇവിടെയും പറയുന്നുണ്ട്. ഇതിന് അപ്പോസ്തല പ്രവൃത്തി 20:28 കൊടുത്തിരിക്കുന്ന പോയിന്റ്സിൻ്റെ ബ്രാക്കറ്റിൽ നമുക്ക് 1 പത്രോസ് 5:2, 3 കൊടുക്കാം. ഓക്കെ, അവിടെ നമുക്ക് ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ച കാര്യങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, ഒരു കാര്യം കൂടെ പറയാം. 3 യോഹന്നാൻ അതിൻ്റെ 1-12 വാക്യങ്ങൾ. 3 യോഹന്നാൻ അതിൻ്റെ 1-12 വാക്യങ്ങൾ. 1-ാം വാക്യവും 12-ാം വാക്യം. മൂപ്പനായ ഞാൻ സത്യത്തിൽ സ്നേഹിക്കുന്ന ഗായോസിന് എഴുതുന്നു. ഇവിടെ എഴുതുന്ന ആരാ? മൂപ്പനാണ്. നോക്കിയേ, ഇനിയും നോക്കിയേ, അതിൻ്റെ 12-ാം വാക്യം. ദമേത്രിയോസിന് എല്ലാവരാലും സത്യത്താൽ തന്നെ സാക്ഷി ലഭിച്ചിട്ടുണ്ട്, ഞങ്ങളും സാക്ഷ്യം പറയും. ഈ ലേഖനം എഴുതാനുണ്ടായ ഒരു കാരണം എന്താ? ദമേത്രിയോസിനെ പരിചയപ്പെടുത്തുകയാണ്. ദൈവസഭയിലെ വിശ്വാസികളെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തേണ്ട, കമൻറ്റേഷൻ ചെയ്യേണ്ട ഉത്തരവാദിത്വം മൂപ്പന്മാരുടെ ഉത്തരവാദിത്വം. താൻ ശുശ്രൂഷിക്കുന്ന സഭയിലെ വിശ്വാസികളെയും ദൈവദാസന്മാരെയും മറ്റ് സഭകൾക്ക് പരിചയപ്പെടുത്തേണ്ട, കമൻറ്റേഷൻ ലെറ്റർ കൊടുക്കേണ്ട ഉത്തരവാദിത്വം മൂപ്പന്മാരുടെ ശുശ്രൂഷയാണ്.